الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا ومولانا محمد خاتم الأنبياء ومعلم البشرية ومنقذ الإنسانية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. ഉപവിഷ്ടായ ഉസ്താദ് അവറുകളെ, സദസ്സിലെ സഹൃദയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ മജ്‌ലിസുന്നൂർ തുടങ്ങുന്നതിൻ്റെ മുമ്പായി ഈ മജ്‌ലിസുന്നൂറിന്റെ ഓട് അനുബന്ധിച്ച് അതിന്റെ തൊട്ടു മുമ്പായി നടത്തപ്പെടുന്ന അല്പസമയത്തെ ഒരു സംസാരമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ആസ്വദിപ്പിക്കുന്ന ഒരു പ്രസംഗമൊന്നും എൻ്റെ അടുത്തില്ല, ആലോചിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് ഒരു ആസ്വാദനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ ഇപ്പോൾ മൈക്ക് തന്നെ ഒച്ച കുറക്കാനാണ് പറഞ്ഞത്, കൂട്ടാനല്ല പറഞ്ഞത്. കാരണം ഞാനിങ്ങനെ സംസാരിക്കുക ചെയ്യുക, വർത്താനം പറയണം. എൻ്റെ അടുത്ത് പ്രസംഗമല്ല. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ക്ഷമിക്കണം. ഞാനിങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഈ സദസ്സിൽ മജ്‌ലിസുന്നൂറിന്റെ സദസ്സിലാണല്ലോ, അതിന്റെ സദസ്സിലാണല്ലോ ഇപ്പൊ നമ്മളുള്ളത്. ഇതിലേറ്റവും കൂടുതലായി ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കൽ വളരെ അത്യാവശ്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് സമസ്തയുടെ നേതൃത്വത്തിലുള്ളവരും സാദാത്തുക്കളുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പാട് ചെയ്തത്. അൽഹംദുലില്ലാഹ്, ലോകത്തിന്റെ ഏത് ഭാഗത്ത്, നാടിന്റെ ഏത് ഭാഗത്ത് മജ്‌ലിസുകൾ നടക്കുന്നിടത്തും അത് വളരെ വിജയകരമാണ്. അത് സയ്യിദുമാരെ ആരംഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ചു. അങ്ങനെ കുറെ സദസ്സുകളൊക്കെ നടത്തി, അവിടെ ഇരുന്ന് പ്രാർത്ഥന നടത്തി, സലാത്തൊക്കെ ചൊല്ലി, ബദരീങ്ങളുടെ പേരൊക്കെ ചൊല്ലി പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോവുക എന്നതിലുപരിയായി ഇത്തരം സദസ്സുകൾക്കൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനമാണ്. ഒറ്റ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. ബദർപട അല്ലെ, ബദർ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളുടെ പേരാണ് ഇപ്പോൾ ഈ മജ്‌ലിസുന്നൂറിൽ നമ്മൾ ആവർത്തിച്ച് അവരുടെ നാമങ്ങളെ പറയാം. അവരുടെ നാമങ്ങൾ പറയുമ്പോൾ ആരായി ബദരീങ്ങള്, അവരെന്തിനു വേണ്ടി നിലകൊണ്ടു, എന്താണ് അവരെ നമ്മളിങ്ങനെ ഓർക്കാനുള്ള കാരണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുപോകണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി നടന്ന ആ യുദ്ധം, ബദർ യുദ്ധം, ആ ബദർ യുദ്ധത്തെ സംബന്ധിച്ചും അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളൊക്കെ നന്നായി പാടുകയും പറയുകയും അതിനെ സംബന്ധിച്ച് അനുസ്മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, അതിന് ജീവിതത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഞാൻ ചെറിയ കുട്ടിയുടെ സമയത്തൊക്കെ ബദരീങ്ങളെ സംബന്ധിച്ചൊക്കെ, അതുപോലെ ബദർ യുദ്ധത്തെ സംബന്ധിച്ചൊക്കെ മോയിൻകുട്ടി വൈദ്യരുടെ കവിത ചൊല്ലി, അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ പാടിയിട്ട് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ചൊല്ലി ഇങ്ങനെ അനുസ്മരിക്കുന്നു മാത്രമല്ല ബദർ യുദ്ധത്തെയും അനുസ്മരിക്കും. അതിന് ജീവിതത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ജീവിതത്തിലേക്ക് എത്രത്തോളം അത് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അതിനൊരൊറ്റ ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങളൊക്കെ കുട്ടിക്ക് പേരിടുന്ന സമയത്ത്, ഇപ്പൊ എന്റെ പേര് ഹംസാണ്, എന്റെ പേര് ഹംസാണ്, ഹംസ, നമ്മുടെ മലയാളത്തിൽ ഹംസ എന്ന് പറയും. ഏതായാലും ഹംസ എന്ന എന്റെ പേര്. എങ്ങനെ ഈ പേര് വന്നത്? ബദർപടപ്പാട്ട് നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ ചൊല്ലിയപ്പോഴേ അത് കുറെ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ആവർത്തിച്ച് പരിപാടിയൊക്കെ നടത്തുമ്പോൾ അമ്പുറ്റ ഹംസാർ നീ അല്ലാ ചാടിറ്റമ്പോടാ സുവതിൽ മാറട അല്ലേ, നിശ്ചയുള്ളവരൊക്കെ ഉണ്ടാവും പഴയ ആൾക്കാര്. ആന പോദസദുൽ ഇലാഹരി ഹംസ ചാടിയെടുത്തുടൻ ആരടാ ശുചാത്തുരത്തവൻ ഹൗദിൽ നിന്ന് കുടിപ്പവൻ ജ്ഞാനമുറ്റ നബിയുന അമരണ്ടി ഹൗലോടടുപ്പതാർ ഞാനിരിക്കവ ജിന്നു മിൻസിലും നാങ്കുതിക്കലുമില്ല പേർ. എന്നാ ഇതർത്ഥം, ബദർ യുദ്ധം നടക്കുന്ന സമയത്തെ ഹംസത്തൊന്നൂര് അപ്പുറത്ത് വളരെ ശക്തനായിട്ടുള്ള അസുവദ് ഇറങ്ങിയിരിക്കുക. അസുവദ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, ഹംസത്തന്നൂരിന്റെ പഴയ ചങ്ങായി സുഹൃത്താണ്. രണ്ടാളും നായാട്ടിനും പല പരിപാടിക്കൊക്കെ നേരത്തെ പോയിരുന്നതാ. അങ്ങനെ
അതിനൊക്കെ പോയിട്ട് ഹംസത്തന്നൂരുടെ ശൂരത അസ്വദിനും അറിയാം, അസ്വദിന്റെ ശൂരത ഹംസത്തന്നൂർക്കും അറിയാം, രണ്ടാൾക്കും അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഹംസൂദ് ഇറങ്ങിയിട്ട് പറയണത് എന്താന്ന് വെച്ചാല്, ഇറങ്ങിയിട്ട് പറയണത് എനിക്ക് പരിചയമല്ലേ, നമ്മൾ രണ്ടാളൊക്കെ ആരോടൊക്കെ ഏറ്റുമുട്ടിക്കണു, 18 ആളോട് ഞാൻ ഒറ്റക്ക് നിന്ന് പടവെട്ടിയിട്ട് ജയിച്ച ഓർമ്മയൊന്നും എനിക്കില്ലേ, ആ എന്നോടാ യുദ്ധം ചെയ്യാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് ശൂരത ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് അസ്വദ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ അവിടെ കെട്ടിയിരുന്ന ടാങ്കിൽ നിന്ന്, ആ ജലാശയത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനാ വരുന്നത്. അങ്ങനെ അത് പൊളിക്കാനും കുടിക്കാനൊക്കെ വേണ്ടി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് പിന്നെ ഹംസത്ത് ഒരു ഇറങ്ങിയിട്ട് പറയണത്. എന്താ പറയണത്? ആനബോധസദുൽ ഇലാഹരി ഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തവൻ ഹൗദിൽ നിന്ന് കുടിപ്പവൻ ജ്ഞാനമുറ്റ നബിയുന അമരണ്ടി ഹൗദടുപ്പതാർ ഞാനിരിക്കവെ ജിന്നും ഇൻസിലും നാങ്കുതിക്കിലുമില്ല പേർ. ആരടാ ധൈര്യമുള്ളവനെ? ജ്ഞാനിയായ എന്റെ പ്രവാചകന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ, ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ളവൻ ആരടാ? ഞാൻ ഇരിക്കണോടത്തോളം കാലം ജിന്നിലും ഇൻസിലും ദുനിയാവിന്റെ 4 ദിക്കിലും അതിന് ധൈര്യമുള്ളവരില്ല എന്ന് പറഞ്ഞാണ്ട് വെല്ലുവിളിച്ചിട്ട് ഹംസത്തന്നവരുടെ വെല്ലുവിളിയെ സംബന്ധിച്ചൊക്കെ ബദർ പടപ്പാട്ടിനെ പറ്റി വിവരിക്കുന്ന ആളിങ്ങനെ നന്നായിട്ട് വിവരിച്ചപ്പോഴേ ഇന്റെ വാപ്പ തീരുമാനിച്ചു, ഇത്തര ശൂരനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഹീറോ ആയിട്ടുള്ള ഹംസത്തന്നവരുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഹംസത്തന്നവരെ പേര് എന്നെ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ബാപ്പ എനിക്ക് ഹംസ എന്നാണ് പേരിട്ടു. അതേപോലെ നമ്മളെ പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെ പേരിട്ടു. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ, ഈ ഇരിക്കണ കൂട്ടത്തില് കുറച്ചൊക്കെ പ്രായമുള്ള വല്ല ഹംസാരുണ്ടാവുന്നല്ലാതെ വേറുള്ള കുട്ടികളൊക്കെ നമ്മൾ എണ്ണീന്റെ ഒരൊറ്റ ഹംസ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എന്താ കാരണം? നമ്മളെ പൈതൃകം മറന്നു, നമ്മുടെ പാരമ്പര്യം മറന്നു, നമ്മുടെ ചരിത്രം മറന്നു. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രവും പാരമ്പര്യമൊക്കെ നമ്മൾ മറന്നു. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ചു കാണി, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്ന്, പലരുടെ പേരും നമ്മളെ കുട്ടിയൊക്കെ ഇടും, ഷാഹിദ് അഫ്രീദി എന്നൊക്കെ പേരിടും, അങ്ങനെ പലതും ഇടും. അതൊക്കെ ഇട്ടോട്ടെ, നല്ല പേരൊക്കെ തന്നെയാണ്. പക്ഷേ ഹംസത്തന്നോരെയും ബദർ പടപ്പാട്ടിൽ ബദർ യുദ്ധത്തിൽ യുദ്ധം നയിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളൊക്കെ പേര് നമ്മൾ ഓർക്കുന്നുണ്ടോ? കുട്ടി ജനിച്ചാൽ അപ്പൊ എനിക്ക് അറബിയും പേർഷ്യനും ഉറുദു അങ്ങനെ കുറെ ലാംഗ്വേജ് ഒക്കെ അറിയുന്നതുകൊണ്ട് എന്റെ അടുത്ത് കുറെ വരലുണ്ട് പേരും ചോദിച്ചാണ്ട്. എത്ര പറഞ്ഞു കൊടുത്താലും തൃപ്തിയാവൂല. നിങ്ങൾ ആ ബദർ പടപ്പാട്ട് എടുത്ത് നോക്കിയാണ്ട് അതിൽ 313 ആൾക്കാരെ പേരുണ്ടല്ലോ നമ്മളെ ചരിത്രത്തിലുള്ളേ, അവരെ പേരൊക്കെ നിട്ടാണ് എന്തുജാതി രസമുള്ള പേരാന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നും ഇതിന് തയ്യാറാവില്ല. കാരണം എന്താ? നമുക്ക് നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ച് അഭിമാനമില്ലാതായി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഈ സഹാബത്തിനെ സംബന്ധിച്ചും ബദരീങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയും അവരുടെ നാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പുണ്യം നേടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് സ്വാധീനമുണ്ടാവണം. നമ്മുടെ ചരിത്രത്തെ പറ്റി നമുക്ക് അഭിമാനമുണ്ടാവണം. ഇസ്ലാമിക ചരിത്രത്തിൽ പടവെട്ടി ഇസ്ലാമിന്റെ നിലനിൽപ്പ് അവരെ കൊണ്ടുണ്ടായത്. നമ്മളിപ്പോ ഈ മജ്ലിസുന്നൂർ നടത്തുന്നുണ്ടല്ലോ, ബദരീങ്ങളില്ലായിരുന്നെങ്കിൽ മജ്ലിസുന്നൂറുണ്ടോ? നമ്മളിപ്പോ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ബദരീങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ പ്രസംഗിക്കുവോ? നമ്മൾ മദ്രസ നടത്തുന്നുണ്ടല്ലോ, ബദരീങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ മദ്രസ നടത്തുവോ? നമുക്ക് സമസ്ത ഉണ്ടല്ലോ, ബദരീങ്ങളില്ലായിരുന്നെങ്കിൽ സമസ്ത ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇസ്ലാമും ഉണ്ടാവില്ല, നമ്മളൊന്നും ഉണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബദർ യുദ്ധം നടക്കാൻ പോണ സമയത്ത് പടച്ചവനോട് ദുആയിരുന്നു. ആ ദുആ വല്ലാത്തൊരു ദുആയാണ്. അതിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബത്തു ഫലൻ തുഅബദ ബഅദു. അല്ലാഹുവേ, ഈ സംഗമങ്ങാനം മരിച്ചു നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ബാത്തെടുക്കുന്ന ഒരു പിന്നുണ്ടാവില്ല. അപ്പൊ ബദർ യുദ്ധത്തില് ഇസ്ലാമിക സൈന്യം വിജയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇസ്ലാമും ഇല്ല. അപ്പൊ അത്രയും ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായി പ്രവർത്തിച്ചവരാണ് ബദരീങ്ങള്. അവരെയാണ് നമ്മൾ ഓർക്കുന്നത്. അവരെയാണ് നമ്മൾ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് പറയുന്നത്. അവരെ സംബന്ധിച്ചാണ് നമ്മൾ വാഴ്ത്തുന്നത്, അവരെയാണ് നമ്മൾ പുകഴ്ത്തുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കുക. അങ്ങനെ ആ പേരുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം, ഇവര് നമ്മൾക്ക് അഭിമാനത്തോടുകൂടി അനുസ്മരിക്കേണ്ടവരാണ്. നമ്മുടെ കുട്ടികൾക്ക് നാമകരണം ചെയ്തുകൊണ്ട് അവരുടെ പേര് നമ്മൾ ജീവിപ്പിക്കണം. നമ്മൾ ചരിത്രത്തിൽ അവരുടെ പേര് ഉയർത്തിക്കൊണ്ടുവരണം. അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കൂടി വേണമെന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭൗതികത അങ്ങനെ കൂടി വരികയാണ്. ചെറുപ്പക്കാരൊക്കെ നോക്കാൻ നിങ്ങൾ ജീവിതത്തെ സംബന്ധിച്ചും ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നും അറിയാതെ നമ്മുടെ മുസ്ലിം യുവജനത ഒക്കെ അങ്ങനെ നടക്കുക ചെയ്യുന്നത്. ചുവട്ടിൽ പാട്ടും വെച്ചും കണ്ടില്ലേ നോക്കി, ബസ്സിലൊക്കെ പോണ സമയത്ത് ചുവട്ടിന്റെ ഉള്ളിൽ പാട്ട് കുത്തി തിരികെ ചുവട് എൻഗേജ്ഡ്, കണ്ണിന്റെ മുമ്പിൽ കമനീയമായ മൊബൈൽ കാഴ്ച കണ്ണ് എൻഗേജ്ഡ്, തൊള്ളന്റെ ഉള്ളിൽ പാൻപാരാകോ ചുയിങ്കോ ഒക്കെ തിരികെ തൊള്ളി എൻഗേജ്ഡ്, എല്ലാ ഓട്ടയിൽ കൂടി സുഖം അങ്ങനെ കിട്ടണം.
ഒരേ സമയത്ത് ചവിട്ടി കൂടിയും കിട്ടണം, കണ്ണി കൂടിയും കിട്ടണം, തൊള്ളി കൂടിയും കിട്ടണം, എല്ലാ ദ്വാരങ്ങളിൽ കൂടി സുഖം ഇങ്ങനെ കിട്ടുക എന്നുള്ളതല്ലാതെ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്നൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള പല ഉപകരണങ്ങളും നമുക്ക് തന്നിട്ടുണ്ടാവും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഓരോ സുഖങ്ങൾ ദിവസം തോറും പുതിയ പുതിയ സൗകര്യങ്ങളും സുഖങ്ങളും നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ. സാങ്കേതിക വിദ്യ ഇങ്ങനെ വികസിക്കുകയാണ്, പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് നമ്മളെ എത്രത്തോളം കേടെടുത്തിരുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണോട്ടില്ലേനും. ഒരു മൊബൈലിന്റെ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചു കാണി. ഞാൻ മൊബൈലിനെ കുറ്റം പറയല്ല, ഞാൻ അത് വല്ലാതെ അങ്ങനെ ഉപയോഗിക്കലില്ല, അങ്ങനെ കൊണ്ടെടുക്കലൊന്നുമില്ല, അത്യാവശ്യവും മാത്രമേ എടുക്കലുള്ളൂ. അപ്പോ പിന്നെ ഇന്നാള് ഒരു ഉസ്താദിന്റെ കൂടെ അങ്ങനെ പോകുകയും, ഒരു ഉസ്താദിന്റെ ഇവിടെയുള്ള ഉസ്താദ്മാരൊന്നുമല്ല, ഒരു ഉസ്താദിന്റെ കൂടെ ഒരു വഴിക്ക് ഇങ്ങനെ പോവാ, കാറിലാണ് പോണത്. പോണ സമയത്ത് മഗ്‌രിബ് കൊടുത്തു. മഗ്‌രിബ് കൊടുത്തപ്പോൾ മൂപ്പര് മൊബൈൽ വെല്ലടിച്ചു. ബാങ്കൊടുത്തതിന് ശേഷം വെല്ലടിച്ചു. പള്ളിക്കൽക്ക് നിസ്കരിച്ചാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ വെല്ലടിച്ചു, അരോ ഞങ്ങളിങ്ങനെ പള്ളിക്കൽക്ക് നിസ്കരിച്ചാൻ ഇറങ്ങിയിരിക്കുകയാണ് മൂപ്പര്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളും പറഞ്ഞപ്പോൾ ഇതെന്ന് ചോദിച്ചു. അതിന്റെ അല്ല നമ്മൾ ഇറങ്ങിയിട്ടില്ലല്ലോ, നിങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കാനാണല്ലോ പറഞ്ഞത്. അല്ല അതിപ്പോ നമ്മളാണ് പോവുകയല്ലേ, അല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പോവുക എന്നല്ല, ഇറങ്ങിക്കാന്ന് തന്നെ പറഞ്ഞത്. പിന്നെ അതിപ്പോ നമ്മളങ്ങോട്ട് എത്തുന്ന ഉറപ്പല്ലേ? എന്തുറപ്പ്? ഉറപ്പുള്ള കാര്യത്തെ പറ്റി അത്താമൃതമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പുള്ള കാര്യത്തെ പറ്റി അങ്ങനെയൊക്കെ പറയാലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആർക്കാ ഉറപ്പുള്ളത്? നമ്മൾ പോണ വണ്ടി ഏതാ? ഇന്നത്തെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കൂടി പോകാനും എളുപ്പമാണ്, ആഖിറത്തിലേക്ക് എത്താനും എളുപ്പമാണ്. രണ്ടിനും എളുപ്പമുള്ള വണ്ടിയിലായി പോണത്. എന്നിട്ട് അങ്ങോട്ട് എത്തുന്നുള്ളത് എന്തുറപ്പാണ് നമുക്കുള്ളത്? അതുകൊണ്ട് പിന്നെ നിങ്ങൾ എന്താ ഇപ്പൊ കാട്ടുക? അങ്ങനെയാണ് പറഞ്ഞു മൂപ്പര്. അത് ഉസ്താദാണ്, നുണ പറയാൻ പാടില്ലാന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്, ക്ലാസ് എടുക്കുന്ന ആളാണ്. പക്ഷേ ഈ സാധനം കീസിലുണ്ടായ പറഞ്ഞു പോവുകയാണ്, അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഉദ്ദേശപൂർവ്വമല്ല. ഇങ്ങനെ ബസ്സിലൊക്കെ പോണ സമയത്ത് കണ്ടില്ലെങ്കിൽ തൊട്ടടുത്തിരുന്ന് കണ്ട ഒരു ചങ്ങായി ഉണ്ടാവും. എന്നിട്ട് ഹലോ പിന്നെ ഞാനൊരു 3 മണിക്കൂറെങ്കിലും കഴിയുകൊണ്ട് എത്താനേ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ തൊട്ടടുത്തിരുന്ന് കണ്ട്, എന്നിട്ട് നമ്മളെ മേത്തേക്ക് വെള്ളം തിരിച്ചെന്ന് വിചാരിച്ചിട്ട് മാറി കുത്തിരിക്കുക. ഓ കുളിച്ചല്ലേ അവിടെ. ഇങ്ങനെ അങ്ങോട്ട് പറയുന്നേ ഓരോന്നേ മനുഷ്യനെ കൊണ്ട് ഇജാതിക്കെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ഉപകരണങ്ങൾ ഇങ്ങനെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി, നമ്മളെ ശരീരം കേടെടുത്താൻ വേണ്ടി, ആരോഗ്യം കേടെടുത്താൻ വേണ്ടി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുമ്പ് കാലത്തൊക്കെ ഒരു പാളവിശറി കൊണ്ട് മിന്നുന്ന സമയത്ത് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ മിന്നുമ്പോൾ ഈ കൈയിനൊരു വ്യായാമം കിട്ടും. അത് കുഴങ്ങുമ്പോൾ ഇടത്തെ കൈയിൽ കുടിച്ചാണ് ഇങ്ങനെ മിന്നും, ഇതിനൊരു വ്യായാമം കിട്ടും. ഇപ്പൊ 2 കൈയിനും വ്യായാമത്തിനുള്ള ഒരു പണിയില്ല. കണ്ടോ കറങ്ങണ ഈ ജാതി സാധനങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കൊരു പണിയില്ല, അധ്വാനം സൂചിച്ചാൽ അങ്ങനെ ഇരുന്നാൽ മതി. അവിടെ എന്താ ഉണ്ടാകുക? നമ്മളിങ്ങനെ കേടുവരാ, ശരീരം കേടുവരാ, ഇളകാതെ തടി ഇങ്ങനെ കേടുവരാ. എന്നിട്ട് ഇങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടായിട്ടും ഷുഗർ ഉണ്ടായിട്ടും ഒക്കെ ശരീരമൊക്കെ എരപ്പാക്കുക. കാരണം എന്നാലല്ലേ മെഡിക്കൽ സയൻസും ഈ ആശുപത്രിയൊക്കെ നിലനിൽക്കുള്ളൂ. നമുക്ക് രോഗം ഉണ്ടാകണ്ടേ? നമ്മളൊക്കെ ഒരുപാട് ആരോഗ്യവാന്മാരായിട്ടുണ്ടെങ്കിൽ പിന്നെ ആശുപത്രി നിലനിൽക്കുവോ? മെഡിക്കൽ കോളേജ് നിലനിൽക്കുവോ? അത് നിലനിൽക്കാൻ വേണ്ടി നമുക്ക് രോഗം വേണ്ടേ? ഇങ്ങനെ നമ്മളെ കേൾത്താൻ വേണ്ടിയിട്ട് പുതിയ നാഗരികതയില് അല്ലെ, പുതിയ നാഗരികത, ഈ കോലത്തിലാ പുതിയ നാഗരികത. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒക്കെ പരസ്പര വൈരുദ്ധ്യം. വലിയ പേരുണ്ടാക്കുന്ന ഒരു ചെറിയ കുടുംബം, വലിയ പേരുണ്ടാക്കും ചെറിയ കുടുംബം. മുമ്പൊക്കെ ചെറിയ പേരെയൊന്നും ഒരു വലിയ കുടുംബം ഉണ്ടായിരുന്നു, വാപ്പിയും വലിയാപ്പിയും എല്ലാവരും പാടെ ഒരുമിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വീടുണ്ടാക്കുന്ന ഒരു ചെറിയ കുടുംബം, ഭാര്യയും ഭർത്താവും പിന്നെ 2-3 കുട്ടികളും, 2 കുട്ടികൾ, അതിലൊന്നും ഉണ്ടാവില്ല. വലിയ വീടുണ്ടാക്കിയിട്ട് ചെറിയ കുടുംബം. ഇനി ഇത്ര വലിയൊരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ കടന്ന് ജനിക്കാനും സമ്മതിക്കൂല, അവിടെ കടന്ന് മേയിക്കാനും സമ്മതിക്കൂല. ജനിക്കാൻ സമ്മതിക്കോ? ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് അവിടുന്ന് ജനിക്കണം. ഈ നല്ലൊരു പേരുണ്ടായിട്ട് അവിടെ കടന്ന് ജനിക്കാൻ പറ്റൂല. അവസാനം ഈ പേരുണ്ടാക്കിയ മനുഷ്യനെ ജാതി സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മൂപ്പർക്ക് അവിടെ കടന്ന് മരിച്ചാൻ പറ്റുമോ? മൂപ്പർ അപ്പോഴേക്ക് എടുത്തില്ലേ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ICU ഇടും. ICU എന്ന് പറഞ്ഞാൽ തന്നെ ICU എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാണുന്നു എന്നർത്ഥം. പക്ഷെ ICU അല്ല, ഐ വോണ്ട് സീ യു, ഞാൻ എന്നെ കാണൂലെന്നാ മൂപ്പർ ഇങ്ങോട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ എല്ലാം പറ്റൂല ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവിടെ കൊണ്ടുപോയി കിടത്തിങ്ങാണ്ട് പിന്നെ അവിടെ എന്താ നടക്കണമെന്ന് ആർക്കും അറിയില്ല. മരുന്ന് കൊടുക്കണുണ്ടോ കൊടുക്കണില്ലേ, ചികിത്സ നടക്കണുണ്ടോ ഇല്ലേ, ആള് മരിച്ചിക്കണോ ഇല്ലേ, ഒന്നും അറിയില്ല. ഒന്നാൾ ഈ പാണ്ടിക്കാട് ആ ഭാഗത്തുള്ള ഒരാൾ കുറച്ചൊരു നേതാവ് ചെയ്യുന്നു മൂപ്പര്. എന്നിട്ട് മൂപ്പര് മരിച്ചിക്കണമെന്ന് ഒരു ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടർ മരിച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും 4 കൊണ്ടുപോയി നോക്കി ഞങ്ങളുടെ ഒരു ആശുപത്രി കൊണ്ടുപോയി, ഞാൻ പേര് ഞാൻ പറയുന്നില്ല. ആ ആശുപത്രി കൊണ്ടുപോയിട്ട് മരിച്ച മനുഷ്യനെ 2 ദിവസം അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിന് വലിയ സംഖ്യയൊക്കെ ആയി. അവസാനം ഒരു മന്ത്രി ഇടപെട്ടുകാണ്ട് ആ സംഖ്യ രണ്ടാമത് തിരിച്ചു വാങ്ങിക്കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇതൊക്കെയാണ് ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നാഗരികത, നമ്മൾ ജീവിക്കുന്ന സിവിലൈസേഷൻ. ഇത്തരത്തിലുള്ള നാഗരികതയിലും സിവിലൈസേഷനിലും ഒക്കെ നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിച്ചാണ് ഈ മെഡിക്കൽ സയൻസ് ഇങ്ങനെ വളർന്നിട്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിട്ട് നമ്മക്ക് കിട്ടുന്ന നേട്ടം എന്താ?
ഞാൻ വർത്താനം പറയണമെന്ന് ആദ്യം പറഞ്ഞിരിക്കണേ. ഞാൻ ഞമ്മക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ, ഞാൻ മലപ്പുറം ജില്ലയിലെ ഭർത്താങ്ങനെ പറയാങ്ങളൂടെ അല്ല ഞാൻ പ്രസംഗിക്കുന്നതല്ല. ഞമ്മക്ക് കിട്ടുന്ന നേട്ടം താങ്കൾ ആലോചിച്ചു നോക്കുകയാണേ. പിന്നെ ആരോഗ്യശാസ്ത്ര വൈദ്യശാസ്ത്രമൊക്കെ അങ്ങനെ വികസിച്ച് വളർന്ന് പുഷ്ടിപ്പെട്ടതിന് ശേഷം നമുക്ക് എന്താ ഗുണം കിട്ടുന്ന ആലോചിച്ച് നോക്കണം. ഞാൻ അതിനൊന്നും അടച്ചാക്ഷേപിക്കല്ല ചെയ്യുന്നത്. നമുക്ക് സുഖമില്ലാതായാൽ പോകേണ്ടി വരും, എല്ലാവർക്കും പോകേണ്ടി വരും. പക്ഷേ മനുഷ്യൻ ആയുസ് കൂടുന്നുണ്ടോ? മുമ്പ് കാലത്ത് മെഡിക്കൽ സയൻസ് ഇത്രയൊന്നും വളർന്നിട്ടില്ല. പണ്ട് കാലത്ത് അന്ന് ആയുസ് ധാരാളം ആൾക്കാർക്ക്, ആയിരക്കണക്കിനൊക്കെ. നമ്മൾ അതിന്റെ പേര് ഇസ്ലാം മുതൽക്കൊണ്ട് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ആയുസ് എത്ര പൂർവ്വ തലമുറ. അന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രത്തോളം വികസിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ ആയുസ് ഇഷ്ടംപോലെ ആയുസ്. ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ അങ്ങനെ വികസിക്കുമ്പോൾ ആയുസ് അങ്ങനെ കുറയാം. ഇനി വല്ലോടത്തും ആയുസ് കൂടുതലുണ്ടെങ്കിൽ തന്നെ അതെവിടെ? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൽഫലങ്ങളും അല്ലാതെ എത്താത്തോടത്ത്. അട്ടപ്പാടിയിൽ ഒരു ആദിവാസി തണ്ടുണ്ടെന്നാൾ മനോരമ പേപ്പറിന്റെ മുൻ പേജിൽ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് 200 കഴിഞ്ഞു പറഞ്ഞിട്ട്. ആദിവാസി അവിടുത്തെ ഇത് വല്ലാതെ എത്തിയിട്ടില്ല. അതുകൊണ്ടേ അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു സാഹിത്യകാരൻ റഷ്യക്ക് പോയ കഥ പറയുന്നുണ്ട്. മൂപ്പര് അവിടെ ഇങ്ങനെ നടക്കുകയാണ്. റഷ്യയിലെ മോസ്കോ സിറ്റി കൂടിയല്ല, അപ്പുറത്ത് കൂടി ഇങ്ങനെ നടക്കുക. മൂപ്പര് ഈ ധ്രുവപ്രദേശത്ത് കൂടെ, വലിയ അങ്ങാടി കൂടി ഒന്നുമല്ല, ധ്രുവപ്രദേശത്ത് കൂടെ നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വയസ്സന് ഇരുന്നൊരു കാര്യമാണ്. ഒരു 100 വയസ്സായ താന്തായിരുന്നു നിലവിളിച്ചത്. നിങ്ങൾ എന്താ അങ്ങനെ ഇരുന്ന് നിലവിളിച്ചെന്ന് ചോദിച്ചു. അച്ഛൻ തച്ചിട്ടാണെന്ന്. 100 വയസ്സായ താന്തേ അച്ഛൻ തച്ചിട്ടാണ്. അതിൽ അച്ഛനോട് എന്ന് ചോദിച്ചു, എന്തെങ്കിലും മകനെ തച്ചത് അവിടെ ഇരുന്നാണ്ട് കരയുണ്ടല്ലോ. അവനും വലിയച്ഛനോടൊരു ബഹുമാനമല്ല, പിന്നെ തല്ലല്ല എന്താ കാട്ടുക. ഭാര്യനാക്ക് 100, മുമ്പൊരു അച്ഛന് വലിയച്ഛന്. ധ്രുവപ്രദേശത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്തിയ വലിയ പട്ടണത്തിലും ടൗണിലും ഒന്നല്ല. ഇനി പട്ടണത്തിലും ടൗണിലും അപ്പൊ നമുക്ക് ആയുസ് കൂടുന്നല്ല, ഇനി ആരോഗ്യം കൂടുന്നുണ്ടോ? ആരോഗ്യം കൂടുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ആശുപത്രി എമ്പാട് കൂടുന്നുണ്ട്. ആരോഗ്യം കൂടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ആരോഗ്യം കൂടുന്നില്ല. ആരോഗ്യം കൂടുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ കുറഞ്ഞു വരിക. അപ്പൊ നാളെ ഞാൻ പിന്നെ അപ്പൊ നമ്മളടുത്ത് തൊട്ടടുത്ത സിറ്റി പറഞ്ഞാല് മറ്റേ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ അങ്ങാടിയിലാണ് ചെന്ന് നോക്കിയിട്ട് ആശുപത്രിയുടെ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഷിഫ, മൗലാന, EMS, NES മെഡിക്കൽ കോളേജ്, അപ്പുറത്ത് താലൂക്ക് ആശുപത്രി, ജില്ലാശുപത്രിയായിട്ട് ഉയർത്തി, രാമദാസ്, ബാലഗോപാലൻ, മുഹയ്യദ്ദീൻ എന്നൊക്കെ എണ്ണാൻ തുടങ്ങി. എത്ര ആശുപത്രിയാണ്! ഈ ആശുപത്രികളിലൊന്നും തന്നെ നമ്മളൊന്ന് പോയി നോക്കിയാൽ തിരക്കൊഴിഞ്ഞ ഒരു സമയം ഒരു ടോക്കൺ കിട്ടണമെങ്കിൽ എത്ര കാത്തുക്കണം? എല്ലാ ആശുപത്രിയിൽ നിറച്ച് രോഗികൾ, ഒക്കെ നമ്മളാൾക്കാരിനെ ഒക്കെ രോഗം. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെ വികസിക്കണേ, രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണേ, അവിടെ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ എത്ര മൃഗാശുപത്രി ഉണ്ട് നോക്കിയാൽ ഒരു മൃഗാശുപത്രി ഉണ്ട്. ആ മൃഗാശുപത്രിയിലെ ഡോക്ടർക്ക് എന്താ പണി? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റച്ച് ചെയ്യാൻ ചെന്നാൽ ഒപ്പിട്ട് കൊടുക്കുക. മൃഗങ്ങൾക്ക് രോഗമല്ല. നിങ്ങൾ നോക്കി, നമ്മളെ തടി പോലത്തെ തടി തന്നെയല്ലേ മൃഗങ്ങൾ. ചോരയുണ്ട്, ഇറച്ചിയുണ്ട്, എല്ലുണ്ട്. ശരീരം വെച്ച് നോക്കുമ്പോൾ നമ്മളെ ശരീരം പോലെ തന്നെ മൃഗങ്ങൾക്കും. എന്താ മൃഗങ്ങൾക്ക് രോഗമില്ലാത്തത്? എന്താ മനുഷ്യനിങ്ങനെ രോഗം? മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലങ്ങൾ അങ്ങനെ അനുഭവിക്കുക. മൃഗങ്ങൾ ഇത് വല്ലാതെ അനുഭവിക്കാൻ പറ്റുന്നില്ല. മൃഗങ്ങളെ പല്ലൊന്നും അങ്ങനെ കൊയ്യണില്ല. കാരണം ഒരു കോൾഗേറ്റ് കൊണ്ടും മറ്റേതുകൊണ്ടും ഒന്നും തേക്കണില്ലല്ലോ. അതുകൊണ്ട് പല്ല് അപ്പടി എങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഓരോ നിർത്തുകയാണ് തേക്കുന്നത്. നമ്മളെ പല്ല് ഒരു 30 വയസ്സാകുമ്പോഴേക്ക് തന്നെ പല്ലൊക്കെ പാടങ്ങനെ ഓരോ സൊക്കടായി കൊഴിഞ്ഞു പോയി ഇങ്ങനെ സംഭവിക്കല്ലേ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ടെക്നോളജി ഇതൊക്കെ വലിയ കാര്യം ആരും വിചാരിക്കണ്ട. ആണ് അല്ലാന്ന് ആരും പറയണില്ല. ഈ മൈക്കെന്നപ്പോ കണ്ടെങ്കിൽ എന്ത് ജാതി ഒച്ചയാണത്? ഇതൊക്കെ അതിന്റെ ഫലം തന്നെ. ലൈറ്റോ കണ്ടോ? ഇതൊക്കെ ശാസ്ത്രം തന്നെ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളത് തന്നെ. പക്ഷേ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നല്ല വലിയത്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വിജ്ഞാനം ഉണ്ടല്ലോ. ആ വിജ്ഞാനാണ് വലിയ വിജ്ഞാനം എന്ന് ചിന്തിക്കുക. മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മെഡിക്കൽ കുഴപ്പം ഇപ്പൊ ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. കുട്ടികളൊക്കെ മദ്രസയ്ക്ക് ഇപ്പൊ ഈ മദ്രസ വലിയൊരു മദ്രസയ്ക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മദ്രസയിൽ ഇപ്പൊ ഞാൻ ചോദിച്ചാല് ഇത് നല്ല കെട്ടിടം, എന്തോ ഒരു മനോഹരമായ കെട്ടിടമാണ്. ഈ മദ്രസയിൽ ഇപ്പൊ ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളൊക്കെ 10ാം ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തേക്കാർ ഉത്തരം? 1ാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടാവും. പക്ഷെ 1ാം ക്ലാസ്സിൽ ചേർന്നതിന്റെ 10% പോലും 10ാം ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ ഈ കാര്യം ഉത്തരം ഉണ്ടാകും. എനിക്കറിയില്ല, ഏതായാലും അങ്ങനെയായിരിക്കും ഉറപ്പ് തന്നെ. കാരണം നാട്ടിലെ സ്ഥിതി അങ്ങനെയാണ്. എല്ലാവരും മദ്രസയിൽ നമ്മൾ ആധ്യാത്മികതയും ആത്മീയതയും ഇസ്ലാമും ദീനും ഒക്കെ നമ്മൾ എന്തുമാത്രം ഇതിന് വില കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. 10ാം ക്ലാസ് ഇപ്പൊ ഞാനിതിനെതിരൊന്നുമല്ല. ഞാൻ നജാത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് പഠിച്ചതാണെന്ന് ഇപ്പൊ ഏതായാലും പറയില്ലല്ലോ. ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നല്ലോണം വേണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഭൗതിക വിദ്യാഭ്യാസവും ടെക്നോളജിയും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ വലിയതാ മതവിദ്യാഭ്യാസം എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കണില്ല. എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെ അമ്മ പറയും മാനോട്ടി മദ്രസയ്ക്ക് പോയിക്കോ, സ്കൂൾക്ക് ഒന്ന് പോകണ്ടാറേ. എന്താ സ്കൂൾക്ക് പോകണ്ടെന്ന് അറിയരുത്? ഉച്ചക്ക് വാപ്പാക്ക് കഞ്ഞി ഉണ്ടായി കൊടുക്കണം. വാപ്പ പാടത്തോ പറമ്പിലൂടെയും പണിയെടുക്കാൻ പോയതേക്കാർ. അപ്പൊ മാനോട്ടി മദ്രസയ്ക്ക് പോയിക്കോ, മദ്രസ മുടക്കണ്ട, സ്കൂൾക്ക് ഒന്ന് പോകണ്ടാറേ. അങ്ങനെയാ അന്ന് പറഞ്ഞിരുന്നത്. ഇന്നെന്താ പറയാ, ഇന്ന് മദ്രസ വിഷയം തന്നെയല്ല. മദ്രസകളും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ കേരള ഗവൺമെന്റ് ഇപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കണം. എന്താ വെച്ചാൽ ഈ SSLC ഒക്കെ ഉണ്ടല്ലോ, SSLCയിൽ തോറ്റു എന്നും പറയില്ല, ജയിച്ചു എന്നും പറയില്ല. ഗ്രേഡ് അല്ലേ ഇപ്പൊ നിശ്ചയിച്ചത്? ഗ്രേഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത്. എന്താ ഗ്രേഡ് സിസ്റ്റം ഏർപ്പെടുത്താൻ കാരണം? പരീക്ഷയിൽ തോറ്റിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ്. ചില സംഭവങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടില്. SSLC പരീക്ഷയിൽ തോറ്റത് കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ടാ? തോറ്റു എന്ന് പറയണല്ലോ ആത്മഹത്യ ചെയ്യണം. അപ്പൊ ഇനി തോറ്റു എന്ന് പറയണ്ട. അപ്പൊ പിന്നെന്താ? ഗ്രേഡ് പറഞ്ഞാൽ മതി. സംഗതി ഫലത്തിൽ തോൽക്കലന്നെ, എന്നാലും ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തോറ്റു എന്ന് അറിയില്ലല്ലോ, അവിടെ ആത്മഹത്യ ചെയ്യൂല. അപ്പൊ SSLC പരീക്ഷയ്ക്ക് കുട്ടികൾ തോറ്റിട്ട് ആത്മഹത്യ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നതിന്റെ ഒരു കാരണം. പിന്നെ ഇനി ഓരോ കാര്യങ്ങൾ ആലോചിച്ചോക്കാണെങ്കിൽ 10ാം ക്ലാസ്സിൽ മദ്രസയിൽ തോറ്റിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ആത്മഹത്യ ചെയ്യണോ? അതിപ്പോ മദ്രസയിൽ പഠിച്ചിട്ട് ആത്മഹത്യ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നും ആവൂല. പിന്നെന്താ? മദ്രസയിൽ തോറ്റ ആരും ചീത്തറയുണ്ടാവില്ല. സ്കൂളിൽ തോറ്റാ പിന്നെ എല്ലാവരും ബാപ്പയും എമ്മയും മറ്റൊരു മറിച്ചൊരു കിച്ച് തോറ്റില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചൂടാവും. അതേസമയത്ത് മദ്രസയിൽ തോറ്റ അത് സാരല്ല, മദ്രസയിലല്ലേ അറിയാം. കാരണം എന്താ? മദ്രസ വിദ്യാഭ്യാസം അങ്ങനെ കൊള്ളൂന്ന് നമ്മളെ വിചാരേ. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് മദ്രസയിൽ നിന്ന് കൊടുക്കണ വിദ്യാഭ്യാസം വലുത്, അതുപോലെ തന്നെ മതകേന്ദ്രങ്ങളിൽ നിന്ന് കൊടുക്കണ വിദ്യാഭ്യാസം വലുത്, അള്ളാന്റെ ഖുർആന വലുത്, അതുപോലെ റസൂലുള്ളാഹിന്റെ സുന്നത്താ വലുത്. അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇപ്പോ കുട്ടി മദ്രസ നിർത്തിയാലും വേണ്ടില്ല, സ്കൂൾക്ക് പോകണമെന്നേ നമ്മൾ ആലോചിക്കണുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയാം. 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെറുക്കൻ വന്നാണ് ഉമ്മാനോട് പറയാണ്, ഞാൻ മദ്രസയ്ക്ക് പോകില്ല. എന്താ മദ്രസയ്ക്ക് പോകാത്ത? മദ്രസയിൽ അവിടെ എനിക്ക് സ്കൂളിൽ ഒരുപാട് എഴുതാണ്ട്, അവിടെ അസൈൻമെന്റ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് പറഞ്ഞാൽ ഉമ്മാനെ പഠിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ പിന്നെ എന്താ മദ്രസയ്ക്ക്? അപ്പൊ പണ്ടത്തെ അമ്മയാണെങ്കിൽ അങ്ങനെയല്ല. പണ്ടത്തെ അമ്മയാണെങ്കിൽ മദ്രസയ്ക്ക് പോകില്ല പറഞ്ഞാൽ നടക്കട മദ്രസയ്ക്ക് പറഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ ചൂരിലൊക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചുള്ളലെടുത്തുകൊണ്ട് നടക്കും മദ്രസിക്കാനെ ഞാൻ മദ്രസയ്ക്ക് കൊണ്ടേക്കെന്ന് പറഞ്ഞാണ്ട് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഉസ്താദിനോട് പറയുമ്പോൾ മദ്രസയ്ക്ക് വരാൻ കളവുമായിട്ട് കേന്നോനാണ്ട് കൊടുക്കുകൊണ്ട് പറയും പണ്ടത്തമ്മ. ഇന്നത്തെ അമ്മ അങ്ങനെ പറയില്ല. ഇന്നത്തെ അമ്മ വളരെ സൈക്കോളജിക്കലായിട്ടല്ലേ പെരുമാറുക. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് ഞാൻ മദ്രസയ്ക്ക് പോരാറിന ജൂലാറിന ഞാൻ എന്താ ചെറുക്കാറിനാട് കുത്തിരിക്കും. അതേസമയം ഓനെ കൊണ്ടേക്കാറ് നിൽക്കൂല. ഇപ്പൊ ബാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു മങ്ങൾ പറയുന്നിട്ടില്ലേ അറിയാം. അങ്ങനെ ബാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു, ആരോ ചെറുക്ക സ്കൂളിൽ മദ്രസയിലോ പോണില്ലേ? മദ്രസയ്ക്ക് പോണില്ല, സ്കൂളിലേക്ക് ഇപ്പൊ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോ എന്താ പോകും മദ്രസയ്ക്ക് പോകാത്തത്? ഓന് സ്കൂളിൽ അസൈൻമെന്റും പ്രൊജക്റ്റും അങ്ങനെ പലതും ഉണ്ട്. ഇത്ര രണ്ടും പാടും അവനെ കൊണ്ട് പറ്റൂല എന്നവൻ പറയണത്. മദ്രസയ്ക്ക് പോയില്ലായിരുന്നപ്പോ ഞാനെന്താ കാട്ടണേ? ഞാൻ ഇവിടെ അല്ലേ, മൂപ്പര അവിടെയല്ലേ. അതോടുകൂടി നിന്നു. ഈ ഓനെ പഠിപ്പ് നിന്നു. 7ാം ക്ലാസ്സോടുകൂടി പഠിപ്പ് നിന്നു. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നല്ല പഠിച്ചു, ഉഷാറായിട്ട് പഠിച്ചു ഉഷാറായിട്ട് പഠിച്ചുകൊണ്ട് SSLCന്റെ റിസൾട്ട് വന്നപ്പോ എല്ലാറ്റിലും A+ കിട്ടിയതോടുകൂടി റോഡിന്റെ അകത്ത് ഒരു ഫ്ലക്സ് ഒക്കെ പൊന്തി, ഓന്റെ ചിത്രമുള്ള ഫ്ലക്സ് പൊന്തി, എല്ലാറ്റിലും A+ കിട്ടിക്കല്ലേ. എന്നിട്ട് അഭിനന്ദനത്തിന്റെയും അനുമോദനത്തിന്റെയും പെരുമഴ എല്ലാരും പാടെ കൂടിയിട്ട് ഓനെ മേലിൽ കൊണ്ടുപോയി ചെരിയാണ്. ഓന് A+ കിട്ടിക്കല്ലേ. കുടുംബത്തിലാണെങ്കിൽ ചോറ് ബിരിയാണിയൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും പാടെ കുടുംബയോഗം കൂടിങ്ങാണ്ട് ഓനെ അഭിനന്ദിച്ച് ഓനെ അനുമോദിച്ച് അങ്ങോട്ട് വലുതാക്കി. ഒക്കെ വേണം, വലുതാക്കണം. A+ കിട്ടണം, കിട്ടണമെന്നല്ല പറയുന്നത്, ഒക്കെ കിട്ടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു, സാറായി പഠിച്ചു. ചെറുക്കൻ ചില്ലറക്കാരനല്ല, നല്ല പഠിച്ചാൽ വീകുകയും എല്ലാറ്റിലും A+. പിന്നെ +2ന്റെ റിസൾട്ട് വന്നപ്പോൾ അത് ഇനി എന്റെ ആപ്പാനോട്ടിക്ക് പഠിച്ചിട്ടുണ്ടെന്ന് വാപ്പാട് നീ ഡിഗ്രിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഗ്രി പഠിക്കാൻ പോയി. ഡിഗ്രിയിലും നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ജയിച്ചു. അങ്ങനെ ഇനി വാപ്പാന്റെ കുട്ടിക്ക് എന്താ പഠിച്ചിട്ടുള്ളതെന്ന് വാപ്പ നല്ല പൈസയും വാപ്പാന്റെ അടുത്തുണ്ട്. അതേപോലെ തന്നെ ഓന് പഠിക്കാൻ നല്ല സാമർഥ്യമുണ്ട്, പിന്നെ പഠിപ്പിക്കുന്നല്ലേ. അങ്ങനെ IAS വേണമെന്ന് പറഞ്ഞു. IAS പറഞ്ഞാൽ സിവിൽ സർവീസ് അല്ലേ. ഇന്ത്യ രാജ്യത്തെ 27 തരത്തിലുള്ള വലിയ ഉദ്യോഗം. 27 തരത്തിലുള്ള ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ചില്ലറല്ല, ജില്ലാ കലക്ടറൊക്കെ മാതിരിയുള്ള ഉദ്യോഗം, അതുപോലെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ഒക്കെ മാതിരിയുള്ള വലിയ ഉദ്യോഗക്കാരെ IAS കൂട്ടത്തിനേക്കാരെടുക്കുക. ആജാദി കോഴ്സ്, ആജാദി വിദ്യാഭ്യാസമല്ലേ IAS. ഓൻ IAS പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ആയിക്കോട്ടെ വാപ്പാൻ്റെ കുട്ടി പോയിക്കോ, എന്താ വേണ്ട ചോദിച്ചാൽ ഇവിടുന്ന് അയച്ചോള. അങ്ങനെ ഓൻ IASന്റെ 1ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള നന്നായിട്ട് വായിച്ചിട്ടും പഠിച്ചിട്ടും IASന്റെ 1ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി പാസ്സായി. വീണ്ടും പഠിച്ച് IASന്റെ
രണ്ടാമത്തെ സ്റ്റേജായ മെയിനും പാസ്സായി. വീണ്ടും പഠിച്ച് മൂന്നാമത്തെ സ്റ്റേജ് വളരെ പെട്ടെന്നൊന്നും അങ്ങനെ ജയിച്ചു പോകില്ല. കാരണം എന്ത് ചോദ്യം ചോദിച്ചാലും വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ചോദ്യം അങ്ങനെ ചോദിക്കണം, ഒക്കെ ഉത്തരം പറയാൻ നിശ്ചയം ഉണ്ടാവണം. അങ്ങനെ വളരെ ഉസ്സാറായി പഠിച്ചിട്ടും വായിച്ചിട്ടും നെറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ടും അതുപോലെ തന്നെ ലൈബ്രറിയിൽ പോയിട്ടും ഉറക്കൊഴിച്ചിട്ടും ഇരുന്നിട്ട് വായിച്ച് പഠിച്ച് ചെറുക്കൻ ചില്ലറയല്ലല്ലോ, നന്നായി പഠിച്ച് IASന്റെ ഇന്റർവ്യൂവും പാസ്സായി, IAS കാരനായി, സിവിൽ സർവീസുകാരനായി ഇവനെ. അതോടുകൂടി കോഴിക്കോട് ജില്ലാ കലക്ടർ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ കലക്ടർ, കോഴിക്കോട് ജില്ലാ കലക്ടർ. എന്റെ മോൻ കലക്ടർ ഇരിക്കണമെന്ന് പറഞ്ഞാണ്ട് മൂപ്പര ഒരൊറ്റ പോരല് വാപ്പ ഗൾഫിൽ നിന്ന് ഇനി ഞാനോട് വെയിലും കൊണ്ട് കണ്ട എന്ത് കാര്യമുണ്ട്, മോനല്ലേ കലക്ടർ ഇരിക്കണത്. മോൻ കലക്ടറായി, മൂപ്പര് നാട്ടിൽ വന്നു, അവനെ കൊണ്ട് നല്ല പെണ്ണൊക്കെ കെട്ടിച്ചു, വലിയ വീടൊക്കെ ഉണ്ടാക്കി, സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് ഏർപ്പെടുത്തി. അതേപോലെ അവന് കാറിലൊക്കെ ഇങ്ങനെ വരും. കലക്ടറല്ലേ, എല്ലാവരുടെയും ബഹുമാനാണ്, ആദരവാണ്. പോലീസുകാരൊക്കെ എവിടെ കണ്ടാലും സല്യൂട്ട് അടിക്കും. ഈ ചാതി വലിയ ആളല്ലേ. ഇടക്കിടക്കാൻ മുമ്പിൽ ചായ കുടിക്കൊലായ്മ ഇരുന്നാണ്ട് ചായക്കെ കൊടുക്കാൻ കുടിച്ചേക്കാരൻ കുടിക്കുന്ന സമയത്ത് ആ പേപ്പറിൽ കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നു പറയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ മോനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂപ്പര് മോനല്ലേ കലക്ടറെ. അങ്ങനെ കുറച്ച് കൊല്ലം കഴിഞ്ഞ് 1, 2, 3 കൊല്ലങ്ങൾ അങ്ങനെ പോയി. കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ മൂപ്പര് മരിച്ചു, പാപ്പ മരിച്ചു. ഓം വീണ്ടും കലക്ടറായിട്ട് ഇങ്ങനെ ജില്ലാ കലക്ടറായിട്ട് ഇങ്ങനെ വിലസിയിട്ട് ഒരു ജില്ല മുഴുവൻ ഭരിക്കണ ഭരണാധികാരിയാണ്, ചില്ലറക്കാരനല്ല. അങ്ങനെ വീണ്ടും ഓനങ്ങനെ ഭരിച്ച് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ റിട്ടയർമെന്റായി, വയസ്സങ്ങനെ പോവുമല്ലോ. അങ്ങനെ ജില്ലാ കലക്ടർ എന്തായി, റിട്ടയർഡായി. മുൻ ജില്ലാ കലക്ടർ, അത് മോശമൊന്നുമില്ല, മുൻ ജില്ലാ കലക്ടറല്ലേ. അങ്ങനെ മുൻ ജില്ലാ കലക്ടറായിട്ട് പിന്നെ കുറച്ചുകാലം, അതിനുശേഷം പിന്നെ ഇങ്ങനെ വെജാതാകൽ തുടങ്ങി, സൂക്കേടാകൽ തുടങ്ങി, അങ്ങനെ രോഗിയായി, കടക്കലായി തുടങ്ങി, ആശുപത്രിയിൽ പോകൽ തുടങ്ങി. അങ്ങനെ കലക്ടർ മയ്യത്തായി. കലക്ടർ മയ്യത്താവും, നമ്മളെ എല്ലാവരും മയ്യത്താവും. ഇന്നൊക്കെ മയ്യത്തും ഇന്നഹും മയ്യത്തു എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങും മയ്യത്തന്നെ, ലോകത്ത് എല്ലാവരും മയ്യത്താവും. അങ്ങനെ കലക്ടർ മയ്യത്തായ ജില്ലാ കലക്ടർ മയ്യത്തായ നമ്മൾ മയ്യത്താവണ മാതിരിയല്ല, വ്യത്യാസം ഉണ്ടാവും. വലിയ വലിയ ആൾക്കാരൊക്കെ വരും, MLA-മാർ വരും, MP-മാർ വരും, മുതലാളിമാർ വരും, കോൺട്രാക്ടർമാർ വരും, ഒക്കെ വന്നുകൊണ്ട് റീത്ത് വേദകുടി കൊണ്ടുപോയിട്ട് മുഖമൊക്കെ പാടിടും. ഇത് ഒരു ചീച്ചന്റെ മനുഷ്യന്റെ മേത്തിരുന്ന വേദനിക്കും മയ്യത്തിരുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. ആയിക്കോട്ടെ, കലക്ടറല്ലേ ഇട്ടോട്ടെ. അങ്ങനെ റീത്തൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് മേത്ത് കൂടിയിട്ട് അങ്ങനെ പിന്നെ എടുത്തുകൊണ്ടുപോയിങ്ങാണ്ട് അവസാനം അവിടെ കവറിൽ കൊണ്ടുപോയിട്ട് വെക്കണ സമയത്ത് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചും. അപ്പോൾ പോലീസുകാരൊക്കെ അങ്ങനെ സല്യൂട്ടൊക്കെ അടിച്ചുകൊണ്ട് വെടിയൊക്കെ പൊട്ടിച്ചു മയ്യത്തിനോട്. ഏതായാലും അവിടെ കൊണ്ടുപോയി വെച്ചു, അവിടെ മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അനുശോചന യോഗം നടക്കുക. അനുശോചന യോഗത്തിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് പ്രസംഗിക്കണേ. അദ്ദേഹം ജില്ലാ കലക്ടർ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അസംഖ്യങ്ങളാണ്. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കുകയില്ല. ഈ ജില്ലയിലെ ഓരോ മണൽച്ചെടികളും അദ്ദേഹത്തിന്റെ സ്മാരക. അങ്ങനെ പ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ 6 മണ്ണിലായി സാധു കിടക്കണത്. കലക്ടർ ചെയ്യുന്നു. കലക്ടറേറ്റിലൊക്കെ എന്ത് സുഖിച്ച ആളാണ്, നാട്ടിലൊക്കെ സുഖമായിട്ട് കാറിലൊക്കെ അങ്ങനെ പോയി. അപ്പൊ 6 മണ്ണിലാ കിടക്കണത്. അവിടെ കിടക്കുന്ന സമയത്ത് കിടക്കല് മാത്രമല്ല, മരക്കുകൾ വന്നിട്ടുണ്ടാവും. അവിടെ നമ്മളിന്ന് പോകുന്ന മരക്കുകൾ വരും. മരക്കുകൾ വന്നിട്ട് ഇതാജാക്കൽ മരക്കാനിൽ മോക്കരാനിൽ ഹായിരാനിൽ അലൈമാനി അല്ലേ, എൽക്കിനൊക്കെ കേട്ടിട്ടില്ല നിങ്ങള്. അതിൽ വായിക്കവാക്കാവോ അജലസാക്കാവോ സഹലാക്കാമൻ റബ്ബുക്കാമൻ നബിയുക്കാമ ദീനുക്കാമ ഖിബലത്തുക എണീച്ച് ഇതാജ മരക്കുകൾ വരികയാണ്. ഭീകരരൂപികളായ മരക്കുകളാണ് വരുന്നത്. കണ്ട പേടിയാകണ മരക്കുകൾ വരുന്നു. വന്നുകാണ്ട് ഐക്കലാക്കാൻ നിന്നെ ഉണർത്തും, വാജലസാക്കാൻ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും, വസാരാക്കാൻ എന്ന് ചോദിക്കാൻ തുടങ്ങും. മൻ റബ്ബുക്കാമൻ നബിയുക്കാമ ദീനുക്ക ചോദ്യം തുടങ്ങണേ. മൻ റബ്ബുക്ക ഒന്നാമത്തെ ചോദ്യം. ഒരു കൊടുത്തവും കിട്ടണില്ല. 7ാം ക്ലാസ് നിർത്തിയതാണ്. 7ാം ക്ലാസ് നിർത്തിയിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല, അവയ്ക്ക് ആലോചിച്ചിട്ടുമില്ല. ഓന് IASന്റെ കോച്ചിങ്ങിന്റെ ഇടയിലൊന്നും മൻ റബ്ബുക്കെ ഓനാ മൻ റബ്ബുക്കെ ഒന്നും ഓർത്തിട്ടില്ല. പിന്നെ ഇപ്പോഴാപ്പത് കേൾക്കുന്നത്. ആ വൈക്ക് ആലോചിച്ചിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് മൻ റബ്ബുക്കെ കേൾക്കണവന് മനസ്സിലാവുന്നില്ല. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ സാധിക്കണ വിവരണ്ടോന് IASകാരനാണ്. നയാഗര വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ അപ്പ പറയും. പിന്നെ എന്താ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനനത്തീയതി എത്രയെന്ന് മോഡിക്ക് ചിലപ്പോൾ ചോദിച്ചിട്ട് നോക്കേണ്ടി വരും. ഇവന് നോക്കാതെ പറയും. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ എത്രാമത്തെ പ്രസിഡന്റാന്ന് ചോദിച്ചാൽ ഒബാമക്ക് എണ്ണേണ്ടി വരുമ്പോൾ ഈ എണ്ണാതെ പറയുന്നു. ഈ ജാതി എന്ത് ചോദിച്ചാലും IASകാരനല്ലേ, ജാതി വിവരല്ലേ. പക്ഷേ ഇപ്പൊ എന്താ വിവരം? ഇപ്പൊ ആ വിവരമൊക്കെ എവിടെയാ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ ചോദ്യം മൻ റബ്ബുക്ക, റബ്ബിനെ പറ്റിയാ ചോദിക്കുന്നത്. ഈ നരേന്ദ്രമോദിനെയും പഠിച്ച്, ഈ മൻമോഹൻ സിംഗിനെയും പഠിച്ച്, ഈ ഒബാമനെയും പഠിച്ച്, ആകാശം പഠിച്ച്, ഭൂമി പഠിച്ച്, രോഗാക പഠിച്ച്, സകലവും പഠിച്ചിട്ടുള്ള രോഗരക്ഷിതാവിനെ സംബന്ധിച്ച അപ്പോഴത്തെ ചോദ്യം മൻ റബ്ബുക്ക. ഒരു പിടുത്തം കിട്ടുന്നില്ല, കണ്ണും തുറപ്പിച്ചിങ്ങനെ നിൽക്കുക, മനസ്സിലാവാതെ മരക്കുകൾ ചോദ്യം ആവർത്തിക്കുന്നു. മൻ റബ്ബുക. അതിലും പറയാം വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദിസ്? ഐ ഡോണ്ട് നോ അറബിക്. എന്ത് ചോദ്യം ഞങ്ങൾ ഈ ചോദിക്കണത്? നിങ്ങൾക്ക് അറബിയൊന്നും അറിയില്ല, വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിച്ചോളുന്ന മലക്കുകളോടെ. കഴിഞ്ഞില്ലേ കഥ?
കഴിഞ്ഞില്ലേ കഥ? ഏത് വിദ്യാഭ്യാസം വലുത്, ഏത് വിജ്ഞാനം വലുത്, ഏത് വിവര വലുത്, ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജില്ലാ കളക്ടർ ആവണ്ട എന്നപ്പോ ഇതിന്റെ അർത്ഥം. പക്ഷെ ജില്ലാ കളക്ടർ ആവണം, നമ്മളെ കുട്ടികളൊക്കെ IAS പാസ്സാകണം, ജില്ലാ കളക്ടർ ആകണം, ഡോക്ടർ ആകണം, MP ഒക്കെ ആവണം. പക്ഷേ എങ്ങനത്തെ ജില്ലാ കളക്ടർ? മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് ഉത്തരം പറയാൻ സാധിക്കുന്ന ജില്ലാ കളക്ടർ. മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ നബി എന്ന് റസൂലുള്ളാഹിനെ പരിചയമുള്ള ജില്ലാ കളക്ടർ. മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ജില്ലാ കളക്ടർ. മാ ഖിബലത്തുക എന്ന് ചോദിക്കുമ്പോൾ ഖിബല പരിചയമുള്ള ജില്ലാ കളക്ടർ. അങ്ങനത്തെ കളക്ടർ ആവണം. പക്ഷെ നമ്മളെന്താ ചിന്തിക്കണത്? ഓൻ കളക്ടറായ മദീനെ ചിന്തിക്കണുള്ളൂ, ഇങ്ങനത്തെ കളക്ടർ ആവണമെന്ന് ചിന്തിക്കണില്ല. അവിടെ കുഴപ്പം. അതാ ഞാൻ പറഞ്ഞത്, മതവിദ്യാഭ്യാസത്തിന്റെയും മതബോധത്തിന്റെയും മതാധ്യാപനത്തിന്റെയും പ്രാധാന്യം നമ്മൾ കുറച്ച് കാണില്ലേ? നമ്മൾ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത്, വളരെ പാവങ്ങളായിരുന്ന സമയത്ത്, അതാണ് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഉമ്മാന്റെ കുട്ടി മദ്രസയ്ക്ക് പോണത് മുടക്കണ്ട, ഈ സ്കൂളിലേക്ക് പോയിട്ട് പാടില്ല, വാപ്പാക്ക് കഞ്ഞിട്ടേക്കോ. കാരണം എന്താ? അന്ന് ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വികസിച്ചപ്പോ അങ്ങനെ ആകെ മാറൽ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ലൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത ദുനിയാക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമല്ല ഞാൻ ഭയപ്പെടുന്നത്, ലോകത്തിന്റെ ഡെവലപ്മെന്റാണ് ഞാൻ ഭയപ്പെടുന്നത്. വികസനല്ലേ നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നമുക്ക് വികസനം 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 വേണ്ടെന്നല്ല റസൂൽ പറയുന്നത്. വികസനം ഭയത്തോടുകൂടി കാണണ്ടെന്ന് പറയുന്നത്. വേണ്ടെന്നല്ല പറയുന്നത്, വേണം. റോഡും വേണം, പാലവും വേണം, എല്ലാം മെട്രോ വരണം, അങ്ങനെ വരേണ്ടതൊക്കെ വരണം. പക്ഷേ എന്താ മനസ്സിലാക്കേണ്ടത്? വികസനത്തിന്റെ ഭയപ്പെടേണ്ട ഒരു സംഗതിയുണ്ട്. അതാ റസൂലോട് ഇതിന്റെ അർത്ഥം. ലൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമല്ല ഞാൻ ഭയപ്പെടുന്നത്. ദാരിദ്ര്യവും റസൂൽ ഭയപ്പെട്ടിട്ടുണ്ട്. അതും ഭയപ്പെടേണ്ടാത്ത കാര്യമല്ല, ദാരിദ്ര്യവും ഭയപ്പെടണം. കാതൽ ഫഖറു കുഫ്റാൻ, ദാരിദ്ര്യം കുഫറിലേക്ക്, ദൈവനിഷേധത്തിലേക്ക് അടക്കം എത്തിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം ഭയപ്പെടേണ്ടത് തന്നെ. പക്ഷെ ദാരിദ്ര്യം ഭയപ്പെടേണ്ടതായതുപോലെ തന്നെ വികസനവും ഭയപ്പെടണം. രണ്ടും ഭയപ്പെടേണ്ട സംഗതിയാണ്. കൂടുതൽ ഭയപ്പെടേണ്ടത് വികസനമാണ്. നിങ്ങളുടെ ദുനിയാവിന് വികസനം ഉണ്ടാവുന്നതാണ്, ദുനിയാവ് ഡെവലപ്ഡ് ആവുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് ഭയപ്പെടേണ്ട സംഗതിയല്ലേ? വികസിച്ചപ്പോ, ലോകം ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചിന്തിക്കണത് എന്താ? ഇതൊക്കെ തന്നെ വലിയതെന്ന് ചിന്തിക്കാൻ തുടങ്ങല്ലേ? അതങ്ങോട്ട് മാറ്റിയിട്ട് ഇതല്ല വലിയത്, അള്ളയെ വലിയതെന്നുള്ളതൊക്കെ എത്താൻ പറ്റണം. അതിനുവേണ്ടി പഠിക്കുന്ന അള്ളാഹു വാങ്ങിക്കൊടുക്കണത്. അതിനല്ലേ വാങ്ങിക്കൊടുക്കുന്നത്? എന്താ നമ്മളെ മഹല്ലിന്? നമുക്കൊരു മഹല്ല് സിസ്റ്റം ഉണ്ടാവും. ആ മഹല്ല് സിസ്റ്റത്തിൽ 5 നേരം ബാങ്ക് കൊടുക്കും. ഈ ബാങ്കിനെ പറ്റി നമ്മളെ കൺസെപ്റ്റ് ഇപ്പൊ എന്താ? ഇപ്പൊ ഒക്കെ കണ്ടില്ലേ? ഇന്ന് പോലും ഞാനൊരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ഏഷാ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഇസ്ലാം ദീനിന്റെ ആൾക്കാർ തന്നെയാണ്, ഒരു നിഷ്കർഷണവരൊക്കെ തന്നെ ഈ കാര്യം. പക്ഷെ ബാങ്കിന്റെ സമയത്തും ചർച്ച അങ്ങനെ നീളല്ലേ? ചർച്ച നീളെ, എന്ത് ചർച്ചയായിക്കോട്ടെ, ഞാൻ കുറ്റം പറയില്ല. പക്ഷെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിന് ഗൗരവം കൽപ്പിക്കാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ? ബാങ്കും നന്നാവണം കേട്ടോ, ബാങ്കും നല്ല ബാങ്കാവണം. വെച്ചാൽ നല്ല കേൾക്കാൻ പറ്റണേ, കേട്ടിട്ട് ഇങ്ങനെ നമ്മൾ തരിച്ച് പോണേ, അങ്ങോട്ട് നിന്ന് പോകണം, കേട്ടു പോകണം. അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത്. അതാ ഇസ്ലാമിന്റെ ചരിത്രം. ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ബാങ്ക് കൊടുത്തിരുന്ന ആള് പിന്നെ മുഅദ്ദിനായിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക്, ആ ബിലാലിന്റെ പിൻഗാമിയാണ് ബാങ്ക് കൊടുക്കുന്ന ആള്. ഇന്ന് നമ്മൾ നോക്കുകയാണ്, ഇന്ന് നമ്മളെ കഥ എന്താ? ബാങ്ക് കൊടുക്കൽ മത്സരം ഏർപ്പെടുത്തും. നമ്മളെ ബാങ്ക് കൊടുക്കൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവന് ബാങ്ക് കൊടുക്കോ? പിന്നെ ബാങ്ക് മത്സരം നമ്മൾ ഏർപ്പെടുത്തും. സ്റ്റേജിൽ വളരെ മനോഹരമായിട്ട് ബാങ്ക് കൊടുക്കും. നല്ല ഉഷാറ് ബാങ്കാണെന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യും. ഒരു മാർക്കും കൊടുക്കും, സമ്മാനവും കൊടുക്കും, ഉപഹാരവും കൊടുക്കും. ഈ ഉപഹാരം എന്ന് പറഞ്ഞാൽ തന്നെ ഉപകാരമില്ലാത്ത സാധനം. അല്ല, ഞാൻ കുറ്റം പറയല്ല ചെയ്യുന്നത്. കൊടുക്കുമ്പോൾ ഉപകാരം ഉള്ളത് കൊടുക്കണം എന്ന് എന്റെ അഭിപ്രായം. ഈ ഉപഹാരം എന്ന് പറഞ്ഞാൽ ഓരോ സാധനം കൊണ്ട് കാട്. പക്ഷെ ഉപഹാരത്തിന്റെ വില എന്താ? അത് അങ്ങനെ തന്നെ കൊടുക്കേണ്ടത്, ഉപകാരം ഇല്ലാത്ത തന്നെ കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഉപകാരമുള്ളതാണെങ്കിൽ ഉപയോഗിച്ച് കൊടുത്തൂലേ, അതവിടെ കൊണ്ടുപോയിട്ട് എന്നേക്കും സ്മരണയിട്ട് വെക്കണ്ടേ? അതിനു വേണ്ടി തന്നെ ഉപകാരം ഇല്ലാത്ത കൊടുക്കുന്നത് നല്ല തന്നെ, അങ്ങനെ തന്നെ കൊടുക്കണ്ടേ. എന്തായാലും ആയിക്കോട്ടെ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു നല്ല ബാങ്ക് കൊടുക്കുന്ന ആളാണ്, ഉഷാറ് ബാങ്കാണെന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്ത് ഓനെ സമ്മാനം കൊടുത്ത് അവസാനം ഓനോരോ കുടിയിൽ ഓന്റെ പണിക്കുക എന്നല്ലാതെ ഓമിന്റെ ബാങ്ക് കൊടുക്കൂലല്ലോ. എന്തിനാ ബാങ്ക് മത്സരം? പിന്നെ ബാങ്ക് മത്സരം നന്നായിട്ട് ബാങ്ക് കൊടുക്കാൻ അറിയോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ, ടെസ്റ്റ് അല്ലേ? പരിശോധിച്ചിട്ടോ നല്ല ബാങ്കുകാരനാണെങ്കിൽ പിന്നെ ബാങ്ക് കൊടുക്കണ്ടേ? എന്താ കൊടുക്കാത്തത്? പിന്നെ നമ്മൾ ഖുർആൻ പാരായണ മത്സരം ഏർപ്പെടുത്തും. ഖുർആൻ പാരായണ മത്സരം ഏർപ്പെടുത്തിയിട്ട് പിന്നെ ഓന് നന്നായിട്ട് ഓതാൻ വയ്ക്കും എന്ന് പറഞ്ഞാണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റും കൊടുത്ത് സമ്മാനവും കൊടുത്തുകൊണ്ട് പിന്നെ ഓതൂല്ല. പിന്നെ ഇതിനത്
അപ്പൊ ബാങ്ക് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സയതി സമാനുൻ ലാ ഉമ്മത്തി യത്റുകൂന ആദാനഹും ഇലാ ദുഅഫായിഹിം, കൂട്ടത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള ആൾക്കാരെ ബാങ്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരാൻ പോകുന്നുണ്ട്. എന്താ പണി? പണിക്കൊന്നും പോകാൻ വെച്ച എന്താ പോകാൻ പിന്നെ എങ്ങനെ ജീവിക്കണത്? അതിങ്ങനെ കടവും കള്ളിയൊക്കെ വാങ്ങിക്കൊണ്ട് ജീവിക്കാന്നല്ലാതെ വെയ്ക്കണ്ടേ? തടികൊണ്ട് വെച്ചാ പിന്നെ ഇപ്പൊ എന്താ കാട്ടുക തന്നെ? അപ്പൊ ഒരു പണിയില്ലല്ലേ? ഇല്ല, ഒരു പണിയില്ല. എന്നാ കാര്യമില്ലേ? നമ്മളെ പള്ളിക്കൽ വാങ്ങിക്കൊടുക്കാൻ നിന്നോളിന് അങ്ങനെ കൂട്ടുന്നത്. അപ്പൊ ബാങ്ക് കാരണം ഞാൻ ഇവിടുത്തെ ബാങ്കിനെ പറ്റിയല്ല ഈ പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ ബാങ്ക് അങ്ങനെ ആവണം, ഉശിരുള്ളതായിരിക്കണം. കേട്ടാൽ ആൾക്കാരിങ്ങനെ പള്ളിക്കൊണ്ട് വരണം എന്ന് തോന്നണം ബാങ്ക് കൊടുക്കുന്നത്. അങ്ങനെ ഉസ്സാറാക്കണം നമ്മൾ ബാങ്കൊക്കെ. മുല്ലാക്കി അദാനൂർ മുജാഹിദ് കി അദാനൂർ परवाज है दोनों के इसी एक फजा में करगश का जहानूर है शाही का जहानूर. अल्लामा इकबाल पाड़ियदा. अल्फाजो मानी में तफावत नहीं, लेकिन मुल्ला की अदान और मुजाहिद की अदान. വാക്കിലും അർത്ഥത്തിലും ഏറ്റ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മൊല്ലാക്ക് കൊടുക്കണ ബാങ്കും അള്ളാന്റെ മാർഗത്തിൽ പടവെട്ടാൻ വേണ്ടി രണശൂരനായി ഇറങ്ങുന്ന യോദ്ധാവായിട്ടുള്ള മുജാഹിദിന്റെ ബാങ്കും, മുജാഹിദ് പറഞ്ഞാൽ നമ്മളെ നേതൃത്വത്തിൽ മുജാഹിദിനെ പറ്റിയല്ല പറയണത്, അള്ളാന്റെ മുജാഹിദികളെ പറ്റിയാ പറയണത്. അങ്ങനെയുള്ള മുജാഹിദിന്റെ ബാങ്കും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി ഇക്ബാൽ പറയണ്ടേ, ഒരേ അന്തരീക്ഷത്തിൽ കൂടി തന്നെ വാനമ്പാടിയും പറക്കണത് കഴുകനും പറക്കണത്. അതേപോലെ വാക്കിലും അർത്ഥത്തിലും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വ്യത്യാസം ഇതിലുണ്ട് എന്നാ അതിന്റെ പ്രത്യേകത. നന്നായിട്ട് ബാങ്കിൽ കൊടുക്കണം. ബാങ്കിൽ പറയണ ഒന്നാമത്തെ വാക്കെന്താ? അല്ലാഹു അക്ബർ എന്ന വാക്കാ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മുണ്ടാതെക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചാൽ നമ്മളെ ആഖിബത്ത് ദുഷിക്കുമെന്നാണ് ഇമാമിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഉസ്താദുമാരോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അത്രത്തോളം കിതാബോധി ആളൊന്നുമല്ല, അതുകൊണ്ടാണ് പറയണത്. ഈ വിവരമുള്ളവരെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ നല്ല സുഖം. വിവരമില്ലാത്തവരെ മുമ്പിൽ നിന്ന് അബദ്ധം പറയാൻ പാടില്ല. ആൾക്കാരൊക്കെ പറയലേ അത് ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് ഇപ്പൊ എങ്ങനെ പ്രസംഗിക്കാം? ഉസ്താദിന്റെ മുമ്പിൽ നിന്നാണ് പ്രസംഗിക്കേണ്ടത്. ഈ ഉസ്താദന്മാരൊക്കെ പാടെ വന്നിട്ട് അവിടേക്ക് എങ്ങനെയപ്പോ ഞാൻ നിന്നിട്ട് പ്രസംഗിക്കാറ്? അവിടെ നിന്ന് പ്രസംഗിക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് ഉസ്താദുമാരടുത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്ത് വിവരക്കേട് പറഞ്ഞാലും അവരത് തിരുത്തി തരുകയും ചെയ്യും, തിരുത്തി മനസ്സിലാക്കി തരുകയും ചെയ്യും, വേണമെങ്കിൽ സദസ്സിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. വിവരമില്ലാത്തവരെ മുമ്പിൽ വെച്ചാണെങ്കിൽ നമ്മൾ പ്രസംഗിച്ചാൽ സാധുക്കൾ ഇത് ശരിയാന്ന് വിചാരിച്ചു പോകുന്നല്ലാതെ. അതുകൊണ്ട് നല്ല വിവരമുള്ള ഉസ്താദുമാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉസ്താദുമാരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ പറയേണ്ടത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആഖിബത്ത് ദുഷിക്കുന്നാണല്ലോ ഇമാമിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ അറിയാതെ നമ്മൾ അന്ത്യം കെരിമൊന്നും ചെല്ലാതെ മരിച്ചു പോകുന്ന ഈ പറയുന്നതിന്റെ അർത്ഥം ഗുരുതരമായ സംഗതിയല്ലേ. ബാങ്ക് കൊടുക്കുമ്പോൾ മുണ്ടാൻ പാടില്ല, നമ്മൾ സംസാരിക്കാതെക്കണം. എന്നിട്ട് ബാങ്ക് ശ്രദ്ധിക്കണം. ബാങ്കിൽ പറയുന്ന വാക്കിനെ പറ്റി ആലോചിക്കണം. ഒന്നാമതായി പറയുന്ന വാക്ക് അല്ലാഹു അക്ബർ എന്ന വാക്കാ. എന്താ അല്ലാഹു അക്ബർ? ചില്ലറയില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പടകളൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ വിജയപേരി ഉയർത്തുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ഫുത്തിഹത്ത് ഖൈബർ അല്ലേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധം നടക്കുകയാണ്. ഖൈബർ യുദ്ധത്തിലെ ജൂതന്മാരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിലെ മർഹബ് എന്ന് പറയുന്ന ജൂതന്മാരുടെ പടത്തലവൻ, അയാളോട് ആര് ചെന്നിട്ട് ഏറ്റുമുട്ടിയിട്ടും മുട്ടാൻ പറ്റുന്നില്ല. ആജാതി ഭയങ്കരനാ. ആജാതി പടത്തലവൻ ആർക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല മർഹബിന്റെ അടുത്തേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ രാവിലെ ഞാൻ ഈ പതാക, ഈ കൊടി അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിൽ ഞാൻ ഈ പതാക രാവിലെ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരം സുബഹിസ്കരിച്ചതിന് ശേഷം അരിയർ എവിടെയെന്നാണ് ചോദിച്ചത്. അങ്ങനെ അരിയർ വന്നു. അരിയർക്ക് കണ്ണ് രോഗമായിരുന്നു, കണ്ണിന് സുഖമുണ്ടായിരുന്നില്ല. അങ്ങനെ അരിയര് കണ്ണുരോഗമാണ്, ചൂടാണ്, ഭയങ്കര ചൂടായിരുന്നേ. അപ്പൊ ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന കണ്ണുരോഗം. അങ്ങനെ അരിയര് വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്ന് ലേശം ഉമിനീരെടുത്തിട്ട് അരിയരുടെ കണ്ണിലങ്ങനെ പുരട്ടി കൊടുത്തു. ആ നിമിഷം കണ്ണിന്റെ സോക്കേട് മുഴുവൻ മാറിയെന്ന് മാത്രമല്ല, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയണു, ഞാൻ പിന്നെ ഒരു കാലഘട്ടത്തിലും എനിക്ക് ചൂടും തണുപ്പും പ്രശ്നമല്ല. എന്റെ ശരീരം AC ചെയ്യുന്ന എയർ കണ്ടീഷൻ. അരിയർക്ക് പിന്നെ പുതപ്പും വേണ്ട മിന്നും വേണ്ട. ഈ കണ്ണിന് തന്റെ ഉഷ്ണം കൊണ്ടുണ്ടായിട്ടുള്ള കണ്ണ് രോഗത്തിന് റസൂലുള്ളാഹിന്റെ ഉമിനീര് കൊണ്ട് ചികിത്സ നൽകിയതോടുകൂടി അരിയരെ ശരീരം മുഴുവൻ അതിന്റെ ഇഫക്റ്റ് ഉണ്ടായി. അദ്ദേഹത്തിന് പുതക്കേണ്ടിയും വന്നിട്ടില്ല, മിന്നണ്ടിയും വന്നിട്ടില്ല. ശരീരം തന്നെ എയർ കണ്ടീഷൻഡായിന. അങ്ങനെ അരിയരുടെ കയ്യിൽ കൊടി കൊടുത്തു. ഈ കൊടിയുമായിട്ട് അരിയര് യുദ്ധം ചെയ്യാൻ വേണ്ടി
മർഹബിന്റെ അടുത്തേക്ക് ഏറ്റുമുട്ടാൻ വേണ്ടി ചെല്ലണു. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അതിന്റെ പിന്നി കൂടി അരിയരെ യുദ്ധം നടക്കണതിന്റെ അടുത്ത യുദ്ധം നടക്കുമ്പോ പിന്നി കൂടി ചെന്നിട്ട് ആരോ അരിയരുടെ പരിച വെട്ടിത്തെറിപ്പിച്ചു. അരിയര് കോട്ടയുടെ ജൂതന്മാരുടെ കോട്ടയുടെ കവാടം പറിച്ചെടുത്തിട്ട് അത് പരിചയാക്കിയിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ മർഹബിനെ കൊന്നു, കോട്ട പിടിച്ചടക്കി, ജൂതന്മാര് പരാജയപ്പെട്ടു. അങ്ങനെ ജൂതന്മാരോട് നടത്തിയിട്ടുള്ള യുദ്ധമാണ്. ആ വിജയം നടന്ന ഉടനെ മുഴങ്ങിയ മുദ്രാവാക്യം അല്ലാഹു അക്ബർ ഫുത്തിഹത്ത് ഖൈബർ, അല്ലാഹു അക്ബർ ഫുത്തിഹത്ത് ഖൈബർ, അള്ളാഹുവാണ് വലിയവൻ, ഇതാ ഖൈബർ ജയിച്ചിരിക്കുന്നു. നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ വിജയഭേരിയാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അല്ലേ? മറ്റൊരിക്കല് ആ ഖൈബർ യുദ്ധത്തോട് നിങ്ങൾ ആലോചിക്കുകയാണ്. ആ ഖൈബർ യുദ്ധത്തിൽ ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നത ഇപ്പോഴും ജൂതന്മാരെ മനസ്സിലുണ്ട്. പിന്നെ 967 അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു. നമ്മളെ ജില്ലയിലല്ലോ ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ട യുദ്ധം. അറബികളുടെ പാപ്പരത്തം കൊണ്ട്, കൊള്ളരുതായ്മ കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയ ഉടനെ അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി, ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി മോശെ ദയാൻ പറഞ്ഞതെന്താ? ഇതാ ഞങ്ങൾ ഖൈബറിനെതിരെ ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കുന്നു. അന്ന് ഖൈബറിൽ മുസ്ലിമീങ്ങൾ ഓരെ തോൽപ്പിച്ചതിനുള്ള പ്രതികാരം വീട്ടിൽ പോന്നാ പറഞ്ഞത്, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്. അതാ ഖൈബർ. അത്തര ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിജയവാക്കാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് കിടങ്ങ് കീറിയത് ആരും ഇങ്ങോട്ട് കടന്നു വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രണശൂരനായിട്ടുള്ള അംർ ഇബ്നു അബ്ദൂദ് കിടങ്ങ് ചാടിക്കടന്നുകാണ്ട് ഇങ്ങനെ ചെന്നു, മുസ്ലിങ്ങൾ ഇരിക്കണീന്റെ അടിയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ആരടാ എന്നോട് യുദ്ധം ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ വരി. റസൂലുള്ളാഹിയും സഹാബത്തും അപ്പുറത്തിരിക്കുക. അപ്പോഴാണ് ആരാണ് എന്നോട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ വരി. ആർക്കും ധൈര്യം ഇങ്ങോട്ട് കിട്ടണില്ല. കാരണം ധൈര്യമില്ലായിട്ടുള്ളത് അപ്പുറത്ത് നിൽക്കുന്നത് ആ ചെങ്ങായിയാണ്, അംർ ഇബ്നു അബ്ദൂദാണ്. ഓനോട് ഇപ്പൊ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളതാണ്. യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലായിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പം വെല്ലുവിളി മുറുക്കല്ലേ, പിന്നെയും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ ഇപ്പൊ സ്വർഗമൊന്നും വേണ്ടേ? മുസ്ലിങ്ങളോട് മുസ്ലിം സൈന്യത്തോട് ചോദിക്കാം, സഹാബത്തെ ഇരിക്കുന്നത് ഓരോട് ചോദിക്കുക, എന്ത് സ്വർഗമൊന്നും വേണ്ടേ? നിങ്ങളല്ലേ ഇസ്ലാമിന്റെ മാർഗത്തിൽ പടവെട്ടിയിട്ട് മരിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? സ്വർഗമൊന്നും വേണ്ടേ? എന്താ ഇരിക്കുന്നത്? വെരിങ്ങട്ട് ധൈര്യം ഉണ്ടെങ്കിലും. അതോടുകൂടി അരിയർ എണീറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ പോകാം അവനോട് യുദ്ധം ചെയ്യാൻ. സഹാബത്ത് പ്രമുഖരായിട്ടുള്ളവരൊക്കെ ഇരിക്കേണ്ട അരിയർ ചെറുപ്പാ, ഞാൻ പോയിക്കോളെ യുദ്ധം ചെയ്യാന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അലി എനിക്ക് ഹംസത്തെന്നോരെ നഷ്ടപ്പെട്ടിരിക്കണു, ഇനി ഹിജ്ജാണുള്ളത്. അതുകൊണ്ട് അത് പിന്നെ അംറാണല്ലോ അലിയെ. അലിയര് പറഞ്ഞു, അള്ളാന്റെ റസൂലേ അത് അംറാണെങ്കിൽ ഇത് അലിയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുൽഫുഖാർ എന്നുള്ള വാളെടുത്തു കൊടുത്തു. റസൂലുള്ളാഹിന്റെ ശിരോവസ്ത്രം തലയ്ക്ക് എടുത്തുകൊണ്ട് അലിയെ തലയ്ക്ക് വെച്ചു കൊടുത്തു. അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ എന്റെ മോൻ അലിയാണ്, നീ രക്ഷിക്കണം പ്രാർത്ഥിച്ചു. അലിയര് അംറിന്റെ അടുത്ത് ചെന്നുകാണ്ട് ഞാൻ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അംറ് ചോദിച്ചു, ആരെ മകനാ ചോദിച്ചു. ഞാൻ അബൂ താലിബിന്റെ മകനാണ് പറഞ്ഞു. ആ അബൂ താലിബും ഞാനൊക്കെ വലിയ ലോഹിക്കാരായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ വേണ്ടായിരുന്നു. അരിയര് പറഞ്ഞു, ലോഹി നിങ്ങൾ തമ്മിലല്ലേ, നമ്മൾ തമ്മിലല്ലല്ലോ പറഞ്ഞു. നിങ്ങളും ബാപ്പിയും തമ്മിലല്ലേ, അതടന്നോട്ടെ, നമ്മൾ തമ്മിലല്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങിക്കോ, കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും നിന്ന് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെറുപ്പം എത്തൂല, അവിടെ ഇറങ്ങി ഭൂമിക്ക് പറഞ്ഞു. അംറ് ഇറങ്ങി. അംറുമായിട്ട് അരിയരുടെ യുദ്ധം നടക്കണു. ആ യുദ്ധം ഇങ്ങനെ മണിക്കൂർ കണക്കിന് യുദ്ധം നീണ്ടു നിൽക്കുകയാണ്. മണലിങ്ങോട്ട് പൊന്തിയിട്ട് ആകാശത്ത് കൂടി മണല് പാറിയിട്ട് ആകാശത്തോളം ഇങ്ങനെ ഉയർന്ന് പാറയിലെ മണല്. അതിന്റെ ഇടയിൽ നിന്ന് 2 വാളിന്റെ തിളക്കം മാത്രം ഇങ്ങനെ കാണുന്നേ, ബാക്കിയൊന്നും കാണില്ല, 2 ആളെയും കാണില്ല. ആജാദി പൊരിഞ്ഞ യുദ്ധം. അതിനിടയിൽ മുഴക്കപ്പെട്ട ശബ്ദം അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സഹാബത്തും അല്ലാഹു അക്ബർ ഏറ്റു പറഞ്ഞു. ഇസ്ലാമിന്റെ വിജയഭേരിയാണ് അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബറാണ് ബാങ്കി കൂടിയ നമ്മളെ കേൾപ്പിക്കണത്. എന്താ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? നമ്മളിത് ഗൗരവം കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് പറയണത്. എന്താ ബാങ്കിൽ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? അല്ലാഹു ആണ് ഏറ്റവും വലുത്, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്. അള്ളയാണ് ഏറ്റവും വലിയവൻ. വലിയവരൊക്കെ ഒരുപാടുണ്ട്, വലിയവരുണ്ട്, പക്ഷെ ഏറ്റവും വലിയവൻ അതാ കണ്ടത്. നമ്മളെ സദസ്സിൽക്കൊക്കെ വലിയ നേതാക്കന്മാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? നേതാവ് നിങ്ങൾ വലിയ തന്നെയാണ്, പക്ഷെ അള്ളയാണ് ഏറ്റവും വലിയത്.
അതർത്ഥം. അല്ലാതെ നേതാവ് വലിയതെന്നല്ല. നേതാവെ നിങ്ങൾ വലിയ തന്നെയാണ്, നമ്മൾ നിങ്ങളെ സ്വീകരിക്കും, നമ്മളെ ബഹുമാനിക്കും, നിങ്ങളെ ആദരിക്കും, നിങ്ങളെ അനുസരിക്കും. പക്ഷേ അള്ളാഹ് എന്ന് പറഞ്ഞു കൊടുത്താൻ ഏറ്റവും വലിയവനായിട്ടുണ്ട്. ഓൻ പറഞ്ഞതിനെതിരെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കൂല തന്നെ. അതാ നേതാവ് നിങ്ങൾ വലുത് തന്നെയാണ്, അള്ളയാണ് ഏറ്റവും വലുത്. അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ തൗഹീദിന്റെ സൈദ്ധാന്തിക വശം പഠിപ്പിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ പ്രാക്ടിക്കൽ സൈഡ്, പ്രായോഗിക വശം പഠിപ്പിക്കുന്നു. തൗഹീദിന് രണ്ട് സൈഡുണ്ട്. നമ്മളുടെ അടിസ്ഥാന വിശ്വാസമാണ് തൗഹീദ് പറഞ്ഞാൽ. അതുണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മൾ ഒന്നും കാട്ടാൻ വയ്ക്കൂല, ഒന്നും കാട്ടാൻ വയ്ക്കൂല. നമ്മളിങ്ങനെ ബേജാറായ നേരെ മോടിപ്പേടി ആൾക്കാർക്കൊക്കെ മോടിപ്പേടിയാണ്. ഞാൻ നാളെ ഒരിടത്തും പ്രസംഗിച്ചപ്പോൾ നമുക്ക് മോടിപ്പേടി ഉണ്ടെങ്കിൽ മാറാൻ ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മൂത്തി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. മന്ത്രം എന്താ മന്ത്രത്തിന്റെ അർത്ഥം? ഈ മന്ത്രം ഞാൻ മാത്രം പറയുന്നതല്ല. ഒരിക്കലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു പാർലമെന്റ് മെമ്പർ ഉണ്ടായിരുന്നു, ബദറുദ്ദുജ എന്നയാളുടെ പേര്. ബദറുദ്ദുജ നല്ല ഉസ്സാറുള്ള മെമ്പറായിരുന്നു. അങ്ങനെ അദ്ദേഹം പാർലമെന്റിൽ നിന്ന് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തെ എങ്ങനെ കാണുന്നു എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നെഹ്റുവിനെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, തൂത്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപശാലികളാക്കുന്നു. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുന്നു, നീചന്മാരാക്കുന്നു. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ സർവശക്തൻ. അലൈഹിസ്സലാം. ധൃതിണ്ടാവോ? എന്നാ മതി, ധൃതിയില്ലല്ലോ. ശരി. അപ്പോ ഇന്നകാരാകുൽ ഷൈഇൻ ഖദീർ, നീ സർവശക്തനാണ്. ഇതാ മോടിപ്പേടി മാറാനുള്ള മന്ത്രം ഞാൻ പറഞ്ഞുകൊടുത്തു. ആർക്ക് അധികാരം കൊടുക്കണതും അള്ളേ കൊടുക്കണത്, ആരിൽ നിന്ന് അധികാരം എടുത്ത് ഒഴിവാക്കണതും അള്ളയാണ് ഒഴിവാക്കണത്, ആരെ യോഗ്യന്മാരും പ്രതാപശാലികളുമാക്കുന്നതും അല്ലാഹു തആലയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് ഏത് അധികാരസ്ഥനാണെങ്കിലും അതൊക്കെ അതിന്റെ മുകളിൽ അള്ളണ്ട് എന്നുള്ള വിചാരം. അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ തൗഹീദിന്റെ സൈദ്ധാന്തികമായ വശവും പ്രാക്ടിക്കലായിട്ടുള്ള വശവും മനസ്സിലാക്കുക. രണ്ടും പഠിപ്പിക്കുന്നതാ ബാങ്കുകരണം. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ചെറുതാകണം, നമ്മളെ മുമ്പിൽ കൺമുമ്പിൽ ചെറുതാവണം. അള്ളയാണ് ഏറ്റവും വലുത്. നിന്റെ കുട്ടികൾ വലുതല്ല, നിന്റെ കെട്ടികൾ വലുതല്ല, നിന്റെ നാട്ടുകാർ വലുതല്ല, നിന്റെ വീട്ടുകാർ വലുതല്ല, നിന്റെ ഉദ്യോഗം വലുതല്ല, നിന്റെ വിദ്യാഭ്യാസം വലുതല്ല, നിന്റെ സ്ഥാനം വലുതല്ല, നിന്റെ മന്ത്രിപ്പണി വലുതല്ല, നിന്റെ MP പണി വലുതല്ല, നിന്റെ MLA പണി വലുതല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് വലുത്, ഒന്നും വലുതല്ല. അള്ളേ വലിയത്. അപ്പൊ അള്ളാഹു ആണ് ഏറ്റവും വലുത് എന്നുള്ള മന്ത്രം, അത് അള്ളയുടെ വലുതായ മറ്റൊക്കെ ചെറുതാവും. അല്ലേ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സുലൈഖ ബീവിക്ക് യൂസുഫ് നബിയോട് പ്രേമം തോന്നി. പ്രേമം തോന്നിയപ്പോ അവിടുത്തെ തോഴിമാരൊക്കെ കൂടി കമന്റ് അടിക്കാൻ തുടങ്ങി. എന്തിയപ്പോ മുപ്പത്തിരിക്ക് പറ്റിയത്? നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ട്, നാട് ഭരിക്കണ ഭരണാധികാരിയാണ് ഭർത്താവ്, ഇത്ര നല്ലൊരു ഭർത്താവ്, സ്ഥാനവും യോഗ്യതയൊക്കെ ഉള്ള ഭർത്താവ് ഉണ്ടായിട്ട് എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന ഒരു അടിമ ചെറുക്കനെയാണോ മുപ്പത്തിരി പ്രേമിച്ചിരിക്കുന്നത്? എന്തൊരു കാട്ടക്കാരാണിത് പറഞ്ഞാണ്ട് കമന്റ്. ഇത് സുലൈഖ ബീവിന്റെ ചുവട്ടിലെത്തി. അപ്പൊ സുലൈഖ ബീവി പറഞ്ഞു, എന്റെ പറ്റിയെ ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് വരുന്നത്. എല്ലാരും വിളിച്ചിരുത്തി, തോഴിമാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് സദ്യ ഒരുക്കി. സദ്യയിലെ ഒന്നാമത്തെ ഐറ്റം ഒരു പാത്രത്തിൽ തേനും വെച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കക്കിരിക്കുണ്ട്, കത്തിയും വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും മുമ്പിൽ. ഒന്നാമത്തെ ഐറ്റം. പിന്നെ ബിരിയാണിയൊക്കെ വലിയത് കഫ്സ എന്തെങ്കിലുമൊക്കെ അതൊക്കെ പിന്നെ ഉണ്ടാവും. ഏതായാലും അതൊക്കെ പിന്നെ ഉണ്ടാവും. ഏതായാലും ആദ്യത്തെ ഐറ്റതാ. അങ്ങനെ കക്കരിക്ക കയ്യിൽ പിടിച്ചുകൊണ്ട് കത്തിയോണ്ട് ഇങ്ങനെ ചെത്താൻ തുടങ്ങിയപ്പോ സുലൈഖ ബീവി പറഞ്ഞു യൂസുഫ് നബിയോട്, ഇതുവരെ മുമ്പിൽ കൊണ്ടു പോയിക്കാറ്. യൂസുഫ് നബി അലൈഹി സ്വലാം മുമ്പിൽ കൂടെ പോയി. നല്ല ചെറുപ്പക്കാരനായ പയ്യനല്ലേ, ഇങ്ങനെ മുന്നിൽ കൂടി ഇങ്ങനെ പോയ സമയത്ത് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് യൂസുഫ് നബിനെ നോക്കുക. യൂസുഫ് നബിനെ കണ്ണുകൊണ്ട് നോക്കണോണ്ട് കൈയോണ്ട് കക്കരിക്ക ചെത്തുന്നോണ്ട്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹി മാ ഹാദാ ബശൈൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഫലമ്മാ റഅയ്നഹു, യൂസുഫിനെ കണ്ടപ്പോ, അക്ബർനഹു, യൂസുഫ് അവരുടെ കൺമുമ്പിലാണ് അക്ബറായി. സൗന്ദര്യത്തിന്റെ വിഷയത്തിലാണ് അക്ബറായി. അപ്പൊ വഖത്തന ഐദിയഹുന്ന, കയ്യിന്റെ എല്ലാം കണ്ട് അസ്ഗറായി.
അതാണ് യൂസുഫ് അക്ബറായപ്പോ കയ്യിൻ്റെറിൽ ഇങ്ങനെ അസുഖറായി തുടങ്ങി. അങ്ങനെ ചെക്കാണ് കയ്യിൻ്റെറിൽ അങ്ങനെ പോകുന്നുണ്ട്, ചോര അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ണവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിക്കല്ലേ യൂസുഫിന്റെ മുമ്പില്. ഹാഷരില്ല, എന്റെ പടച്ചോനെ, മാഹാദാ ബശർ, ഇത് മനുഷ്യന്റെ കുട്ടിയല്ല കേട്ടോ. ഇൻഹാദാ ഇല്ല മലക്കുൻ കരീം, ഇത് വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മാലാഖയാണ്. അത്ര സുന്ദരനായി യൂസുഫിനെ കണ്ടപ്പോ ആ യൂസുഫിൽ ആകൃഷ്ടനായപ്പോ യൂസുഫ് വലിയതായി, അപ്പൊ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ചെറുതായി. നിങ്ങൾ ആലോചിച്ചു നോക്കാണി, ദർജഹാൻ ഹുസ്ന യൂസുഫ് കസ്നദീദ് ഹുസ്ന ആൻ ദാരദ് കയൂസുഫ് ആഫരീദ്. ദർജഹാൻ ഹുസ്ന യൂസുഫ് കസ്നദീദ് ഹുസ്ന ആൻ ദാരദ് കയൂസുഫ് ആഫരീദ്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയും ഓർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയും ഓർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. ഈ യൂസുഫിനെ പടച്ച ഇതുപോലത്തെ ഒരുപാട് യൂസുഫുമാരെ പടച്ച് ആ യൂസുഫ് നബിയെയും കവച്ചു വെക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച് അങ്ങനെ എത്ര സൗന്ദര്യമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പടച്ചിട്ടുള്ളേ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഓന്റെ സൗന്ദര്യം എത്ര വലുതാ. അതാ ആ അള്ളാഹിനെ പറ്റിയാണ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ബാങ്കില്. ആ അള്ളയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അക്ബർ. അപ്പൊ അള്ളേ വലിയത്, അള്ളയാണ് ഏറ്റവും വലിയത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുതാകണം. ചെറുക്കന്മാര് പന്തളിച്ചാൻ പോവുകയാണേ, കോളേജൊക്കെ വിട്ടുകാണ്ട് ബാഗൊക്കെ പെരി കൊണ്ടുപോയി വെച്ചിട്ടുങ്ങാണ്ട് പന്തളിച്ചാൻ ഗ്രൗണ്ടിൽ പോകണം. ഒന്നുകിൽ ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കും. കളിക്കണ്ടെന്നല്ല അറിയുന്നത്, കളിക്കാൻ അനുവാദമൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൽ അബൂ വൽഹു ഫൈനി അക്റഹു അൻ അറാ ഫീ ദീനികും ഖില്ലതൻ. നിങ്ങൾ കളിച്ചോളിയും വിനോദിച്ചോളിയും, എന്റെ ദീൻ പരിക്കനാണെന്ന് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ബൈഹഖിയിലുള്ള ഹദീസാണ്. ഇൽഅബു വൽഹു, നിങ്ങൾ കളിച്ചോളിയും വിനോദിച്ചോളിയും, ഫൈനി അക്റഹു അൻ അറാ ഫീ ദീനികും ഖില്ലതൻ, നിങ്ങളുടെ ഈ ദീന് പരിക്കൻ ദീനാണ്, റഫാണെന്ന് കാണാൻ ഞാൻ ഇഷ്ടപ്പെടില്ല, നിങ്ങൾ കളിച്ചോളിയും. പക്ഷെ കളിക്കൽ എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം, അതിനൊക്കെയുള്ള ചിട്ട വ്യവസ്ഥ, എങ്ങനെ കളിക്കണം എന്നുള്ളത് അതൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ ഗ്രൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ കളിക്കണ സമയത്ത് ഇങ്ങനെ കളി ഇങ്ങോട്ട് മുറുകി, അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയേറിയ മത്സരം നടക്കണതേ. മത്സരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് എത്തിക്കണ്. പന്തൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് കണ്ട് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് എത്തിയിട്ട് കാല് പൊന്തിച്ചുകൊണ്ട് ഒരൊറ്റ തട്ടണ് തട്ടിയാൽ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് അങ്ങോട്ട് എത്തും, ഗോളാണ്ടാവും ചെയ്യും. ഗോളി പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ആ സമയത്താണ് അല്ലാഹു അക്ബർ പള്ളിക്കെന്ന് വാങ്ങുക. അല്ലാഹു അക്ബർ അത് കേൾക്കുന്നതോടുകൂടി ഇനി കളിയല്ല വലുതേ, നീ ഗോളല്ല വലുതേ, നീ ഗ്രൗണ്ടല്ല വലുതേ, ഗോൾ പോസ്റ്റല്ല വലിയത്, നീ ചങ്ങായിമാരല്ല വലിയത്, ആരുമല്ല വലുത്, അല്ലാഹു അക്ബർ നിൽക്കട്ടെ കളി. അതാണ് ലിമിറ്റ്. അവിടെ ലിമിറ്റ് വരണം. അതാ അള്ളയാണ് ഏറ്റവും വലിയത്, കളിയല്ല വലുതെന്ന്. ഏത് മേഖലയിലേക്കും അല്ലാഹു അക്ബറാണ് വരേണ്ടത്. അതാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് അർത്ഥം വരുന്ന ഒന്നാമത്തെ വാക്ക് ബാങ്കിൽ കൂടി നമ്മളെ പഠിപ്പിക്കണത്. അപ്പൊ നമ്മളതിനെപ്പറ്റി ചിന്തിക്കണ്ടേ. പള്ളിക്കെന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുത്തിരിക്കലല്ലേ. നമ്മൾ ബാങ്കിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ, അല്ലാഹു അക്ബറിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കണം. അതാണ് മനസ്സിലാക്കിയ നാടാണ് നേരെയാവും. ഒരു നാട്ടിന്നല്ലേ മുമ്പത്തെ കാലത്തൊക്കെ നമസ്കാരത്തിനനുസരിച്ചല്ലേ, ബാങ്കിനനുസരിച്ചല്ലേ എല്ലാ പണിയും തീരുമാനിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലെ ഹരിജനങ്ങളൊക്കെ തന്നെ അല്ലേ, ഹരിജനങ്ങളൊക്കെ തന്നെ ദൂരാൻ കൊടുത്തു ഇനി നമുക്ക് കയറല്ലേ എന്നറിയാം. ദൂരാങ്കോട് തുഞ്ഞി കയറല്ലേ, ബാങ്കിനനുസരിച്ചാ പണി നിർത്തിയുന്നത്. അസുരാങ്കോട് തുഞ്ഞി നിർത്തല്ലേ എന്ന് പറയും. മഗ്‌രിബാങ്കോട് തുഞ്ഞി അല്ലെ, എപ്പോഴാ നമ്മൾ കല്യാണ നിശ്ചയം നടത്തുന്നത്, എപ്പോഴാ ഇരിക്കുന്നത് പള്ളിക്കെ പോയിട്ട് അസുർ ബാങ്കിന് ശരിക്കും അസുരാങ്ക് കൊടുക്കട്ടെ. ഈ അസുർ ബാങ്ക്, അസുർ നിസ്കാരം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിസ്കാരത്തെയും ബാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമൂഹിക ജീവിതം ക്രമപ്പെടുത്തുന്ന സ്വഭാവമാണ് നേർത്തേണ്ടുന്നത്. ഇന്നതൊക്കെ മാറിയും ഇന്ന് വേറെയും പലതിനെ പറ്റിയൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങി. അതാണ് നമ്മുടെ ജീവിതത്തിൽ പള്ളിക്ക്, മഹല്ലിന്, ബാങ്കിന്, അല്ലാഹു അക്ബറിനുള്ള കടോ. അല്ലാഹു അക്ബറിൽ കൂടി തൗഹീദിന്റെ സൈദ്ധാന്തിക വശം പഠിപ്പിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കൂടി തൗഹീദിന്റെ പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക വശം പഠിപ്പിക്കുന്നു. അതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളോട് നിസ്കരിച്ചാൻ ചെല്ലാൻ പറയണത്. 5000 സ്വലാത്തുകൾ വരി നിസ്കരിക്കാൻ. എന്തിനാ നിസ്കരിച്ചാൻ വരുന്നത്? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനെ ഇബാദത്ത് നടത്താൻ പാടുള്ളൂ, അതുകൊണ്ട് നിസ്കരിച്ചാൻ വരി. എന്തിനാ നിസ്കരിച്ചാൻ വരുന്നത്? ഹയ്യൽ ഫലാഹ്, അതിലാണ് നമ്മുടെ വിജയം അടങ്ങിയിട്ടുള്ളത്. ഇത് പഠിപ്പിക്കാണ് ബാങ്കിൽ കൂടി ചെയ്യണതേ. അപ്പൊ അതതിന്റെ ഗൗരവത്തിൽ കൂടി നമ്മൾ കാണുമ്പോൾ എന്താ അങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആകെ മാറുന്നു മാത്രമല്ല, ഇന്നത്തെ രീതികൾ ആലോചിക്കുകയാണ്. ഇന്ന് നമ്മളെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുക്കണത്? ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എവിടെ കൊടുക്കണത്? നിസ്കാരത്തിന്റെ സ്വാധീനമുള്ളത്.
നമ്മൾ ഏത് പരിപാടി നടത്തുമ്പോഴും അത് ക്രമാനുസൃതം. ഞാൻ നാളെ ഒരു സ്ഥാപനത്തിൽ, നമ്മളെ സ്ഥാപനം തന്നെ വലിയൊരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ ഒരു പരിപാടി പോയി. എനിക്ക് പരിപാടി 9 മണിക്കാണ് വെച്ചിരുന്നത്. ഒരു സ്ഥാപനത്തിന്റെ വാർഷിക, പേര് ഞാൻ പറയുന്നില്ല, സ്ഥാപനത്തിന്റെ വാർഷികമാണ്. അങ്ങനെ ഞാൻ 9 മണിക്ക് കൃത്യത്തിന് അവിടെ എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ പരിപാടി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, കസേരക്ക് ഒഴിഞ്ഞെടുക്കാം, ആൾക്കാരെന്നെ വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു 10:30 ആയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് നല്ല ഫുള്ളായി. പിന്നെ പരിപാടി തുടങ്ങുകയും ചെയ്തു. പിന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, പിന്നെ ഹംസ സാഹിബ് വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു, ഹംസ സാഹിബ് വളരെ നേരത്തെയല്ല, നേരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്ത് എത്തിച്ചേർന്നെങ്കിലും നേരത്ത് പരിപാടി തുടങ്ങിയില്ല. നേരത്ത് തുടങ്ങിയില്ല എന്ന് വിചാരിച്ച് നേരത്ത് അവസാനിക്കാതിരിക്കുകയില്ല. കാരണം അത് എന്റെ പണിയാണ്. ഞാൻ 1/2 മണിക്കൂർ പ്രസംഗിച്ചാണ് ഞാൻ നിർത്തിപ്പോയി. കാരണം എനിക്ക് അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരെ വേറെ സ്ഥലത്ത് പോകാണ്ട് 3 പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്നിട്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അതാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിസ്കാരം പഠിച്ചാൽ പോരാ, നിസ്കാരത്തിൽ നിന്ന് പഠിക്കണം. നിസ്കാരം പഠിച്ചാൽ പോരാ, നിസ്കാരത്തിൽ നിന്ന് പഠിക്കണം. എന്താ നിസ്കാരം എന്ന് പഠിക്കല്? ഇന്ന സ്വലാത്ത കാനത്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം സമയബന്ധിതമായിട്ടുള്ള കർത്തവ്യമായിട്ടാണ് അള്ളാഹു തആല വെച്ചിരിക്കുന്നത്. സമയബന്ധിതമായി നമസ്കാരം വെച്ചു എന്ന് പറഞ്ഞാൽ സമയബന്ധിതത്വം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുത്തണം. നിസ്കാരത്തിൽ കൂടി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിസ്കാരം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനമായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാത്തു ഇമാദുദ്ദീൻ വമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ. നമസ്കാരം ദീനിന്റെ സ്തംഭമാണ്, തൂണാണ്. അതുമേലാണ്, നിസ്കാരത്തുമേലാണ് ദീൻ നിലനിർത്തിയിരിക്കുന്നതോട്. അത് നിലനിർത്തിയാൽ ദീൻ നിലനിർത്തി, അത് പൊളിച്ചാൽ ദീൻ പൊളിച്ചു എന്നാ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ പോയി. നിസ്കാരം ഒരു പ്രദേശത്ത് സംഘടിതമായി നടത്തുക, ആ നമസ്കാരത്തെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നോക്കുകയാണെ നിസ്കാരം മര്യാദ കഴിക്കണമെങ്കിൽ വേറൊക്കെ മര്യാദക്കാവും. ഞാൻ ഇറാനിൽ പോയ സമയത്ത് അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് അലി റജായി ആയിരുന്നു അന്ന്. മുഹമ്മദ് അലി റജായിയുടെ മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കാം, ബനമാസ് നഗൂയിദ് ഖാർദാരം വബഖാർ ബഗൂയിദ് വഖ്ത നമാസ്. രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ സാമയെ ശ്രദ്ധിക്കാതെ പോകുമല്ലോ ചിലപ്പോൾ. അതുകൊണ്ടേ ഒരുപാട് ഓഫീസിൽ പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അതാ ബനമാസ് നഗൂയിദ് ഖാർദാരം വബഖാർ ബഗൂയിദ് വഖ്ത നമാസ്. നമസ്കാരത്തോടെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയരുതേ, പണിയോടെ എനിക്ക് നമസ്കാരമുണ്ടെന്ന് പറയുക, അതതിന്റെ അർത്ഥം. അപ്പൊ അത്രമാത്രം ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അള്ളാഹിനോട് നമുക്ക് മുനാജാത്ത് നടത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി കൊണ്ടുവന്നതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ആവുമെന്ന് സൂചിപ്പിക്കണം. സ്വലാത്തിനൂറ് നടക്കണ്ടതല്ലേ, അതുകൊണ്ട് സമയമാകുമെന്ന് പറയണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് കൊണ്ടുവന്നതല്ലേ മേറാജിന്. അള്ളാഹിന്റെ റസൂൽ അവിടെ പോയിട്ട് നമുക്ക് കൊണ്ടുവന്നതാ. എന്തിനു വേണ്ടി എന്നിട്ട് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചു, അസ്സലാത്തു മേറാജുൽ മുഅ്മിനി. നമസ്കാരം മുഅ്മിനിന്റെ മേറാജാണ്. എന്താ നമസ്കാരം? മുഅ്മിനിന്റെ മേറാജ് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ, പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീനിന്റെ ശക്തിക്കും വളർച്ചയ്ക്കും അടിസ്ഥാനമായ 3 ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന് അബൂ താലിബ് എന്നിവരുടെ ജനസ്വാധീനം, 2 ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ധനസ്വാധീനം, 3 ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ ശൂരത. ഇത് 3ഉം ഇസ്ലാമിന്റെ നിലനിൽപ്പിലും ശക്തിയിലും ഒക്കെ വലിയ പങ്കുവഹിച്ച ഘടകങ്ങളാണ്. അതിൽ അബൂ താലിബ് എന്നവരും വഫാത്തായി, ഖദീജ ബീവിയും വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്സഹായത അനുഭവപ്പെട്ടു. റസൂൽ തായിഫിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് കിട്ടിയതൊക്കെ നമുക്ക് അറിയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഏറൊക്കെ കിട്ടിയിട്ട്, കാലിൽ ഏറൊക്കെ കിട്ടിയിട്ട് രക്തം, അവിടുത്തെ വിശുദ്ധമായിട്ടുള്ള പാദങ്ങളിൽ കൂടി രക്തം പ്രവഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി മടങ്ങിപ്പോരുകയാണ്. മടങ്ങിപ്പോരുന്ന സമയം, മടങ്ങി വന്നതിന് ശേഷം അള്ളാഹ് നിസ്സഹായൻ, റസൂലുള്ളാഹിന്റെ നിസ്സഹായ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ, എന്റെ ഹബീബ് ഇങ്ങോട്ട് പോരെ. ഉമ്മ ഇങ്ങനെ പണിയെടുക്കുക അടുക്കളയിൽ പണി ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കണേ. കുട്ടി പുറത്തിറങ്ങി പോയപ്പോൾ ഒരു നായാണ് കുരച്ചപ്പോൾ കുട്ടി അങ്ങോട്ടും ഇല്ല എന്നാണ് പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഉമ്മ പുറത്തിറങ്ങി, ഇവിടെ എന്റെ കുട്ടിയും വിചാരിച്ചാണ് ചെന്നുകാണ്ട് നായ ഇങ്ങനെ കുരക്കണേ കാണുമ്പോൾ ഉമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് ഒക്കെ തെച്ചു കൊണ്ടുപോയില്ലേ. അതേപോലെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങയെ നിസ്സഹായനാക്കിയെങ്കിൽ എന്റെ ഹബീബ് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഞാൻ ആളെ പറഞ്ഞേക്കൊണ്ട് ഇങ്ങോട്ട് പോരെ. അള്ളാന്റെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വിട്ടുങ്ങാണ്ട് അള്ളാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകല്ലേ. അങ്ങനെ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മീറാജ് മനസ്സിലാക്കണം. അങ്ങനെ റസൂൽ അവിടെ കൊണ്ടുപോയിട്ട് അള്ളാന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അള്ളാന്റെ സന്നിധി അറിയുമ്പോൾ അത് അവിടെയാണ് ഇവിടെയാണ്, അള്ളാഹ്ക്ക് ദിക്കും സ്വരമൊന്നുമില്ല. അത് അന്നലൊക്കെ നമ്മൾ അതിന്റെ ആത്മീയമായിട്ടുള്ള വശങ്ങളൊക്കെ ഒന്നിപ്പോൾ വിശദീകരിക്കാൻ നേരല്ല, മനസ്സിലാക്കണം. അതൊക്കെ ഏതായാലും അള്ളാഹുവിന്റെ സന്നിധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിൽക്കുകയാണ്.
അങ്ങനെ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് കൊണ്ടുപോണത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു നിശ്ചിത പരിധിയിൽ എത്തിയതോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയാണ്, വല്ലാഹിലൈൻ ദനൗതു ഖദറ ഉൻമുലത്തിൽ ഹതറത്തു, അല്ലാഹുവാണ് സത്യം, ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഇഞ്ചണ് പോന്നായി ജിബ്രീൽ കത്തി ചാമ്പലാവും. ജിബ്രീൽ ഇനി പോരാൻ നിർവാഹമല്ല. കാരണം എന്താ, അല്ലെ സിദ്റത്തുൽ മുൻതഹന്റെ അവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോന്നാൽ അത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖഫ് ഫീ ശത്തിഹി റുബൻ വവദ്ദഅ വഹതഫ് ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്സിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഉമർ ഖാദിർ എത്ര മനോഹരമായിട്ട് പറയണു, അത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖഫ്. ആ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള പ്രകാശ സാഗരത്തിന്റെ അടുത്ത് എത്തിയതോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാം നിന്നുപോയിട്ട് പറയാണ്, എന്നെ വിട്ട് ഇനി അങ്ങ് പോവുക, അങ്ങയുടെ രക്ഷിതാവുമായി മുനാജാത്ത് നടത്തിയിട്ട് തിരിച്ചു വരിക, ഇവിടുന്ന് അങ്ങോട്ട് ജിബ്രീലിന് പോരാൻ ഒരിക്കലും അനുവാദമില്ല. അങ്ങനത്തെ സ്ഥലമാണത്. ആരാ ജിബ്രീൽ അലൈഹി സ്വലാം എന്നാണ് അള്ളാന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖറമായ മലക്ക്, പ്രകാശം കൊണ്ട് പറക്കപ്പെട്ട മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖറമായ മലക്ക്. ആ മലക്കായി പറയുന്നത് ൂവത്തിന് ഇന്ദതിൽ ആർഷി മക്കിയൻ മുത്തായൻ സമ്മാമീൻ, ശക്തനാണ് ജിബ്രീല്, സിംഹാസനത്തിന്റെ അധിപന്റെ അടുക്കൽ സ്ഥാനമുള്ളവനാണ് ജിബ്രീല്. മാത്രമല്ല അവിടെ എല്ലാവരും അനുസരിക്കും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ. അങ്ങനെയുള്ള ജിബ്രീലാ പറയുന്നത്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോന്നാല് ഒരു ഇഞ്ച് പോരാൻ ജിബ്രീലിന് പറ്റൂല കേട്ടോ, ഇനി അങ്ങ് പോവുക. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ മഹത്വം അവസാനിക്കുന്നിടത്ത് നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ആരംഭിക്കുന്നു. അതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയിട്ട് അള്ളാഹിന്റെ സന്നിധിയിലൊക്കെ നിന്നിട്ട് അള്ളാഹു തആല പലതും പറഞ്ഞു കൊടുത്തു. ഖുർആനിൽ പറയുന്നത് വൗഹാരി അബ്ദിഹി മാ ഔഹാന, അള്ളാഹു തആല ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറയണ്ട, നിങ്ങളത് അറിയേണ്ടാണ്. എന്റെ ഹബീബിനോട് ഞാൻ എന്തൊക്കെ പറഞ്ഞത് നിങ്ങൾ എന്തിനാ അറിയുന്നത്? വിശദീകരിച്ചിട്ടുള്ള ഖുർആനിലെ സൂറത്തുൽ നജ്മിൽ പറയുന്നത് വഹയി നൽകി മാ ഔഹ, പറയാനുള്ളതൊക്കെ പറഞ്ഞിരിക്കണം. നിങ്ങൾ എന്തിനാപ്പ അത് അറിയുന്നത്? ഞാനും എന്റെ ഹബീബും തമ്മിൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാപ്പ എന്ന ഒരു ശൈലിയിൽ അള്ളാഹു തആല പറയുന്നത്. പലതും പറഞ്ഞതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്നെ സുബഹി മുതൽ മഗ്രിബ് വരെ, ഫജ്ർ മുതൽ ഖുറൂബ് വരെ പ്രസംഗിച്ചു. ഹദീസിൽ പറയണു, ഒരിക്കൽ റസൂൽ സാധാരണ അങ്ങനെ നീട്ടി പ്രസംഗിക്കണമെന്നില്ല, പക്ഷെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ മുതൽ മഗ്രിബ് ഖുറൂബ് വരെ പ്രസംഗിച്ചു എന്നാണ്. ഇനിയിപ്പോ ഫജ്ർ മുതൽ ഖുറൂബ് വരെ പ്രസംഗിച്ചു പറഞ്ഞപ്പോ നിസ്കരിച്ചൊന്നും ജീവിക്കില്ലെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കാരണം അതിപ്പോ 10 മണി മുതൽ 4 മണി വരെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ ചോറിച്ചില്ല എന്ന് ഓർത്തല്ലോ, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഏതായാലും ഫജ്ർ മുതൽ ഖുറൂബ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രസംഗിച്ചു. അന്ന് പറഞ്ഞെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാക്കാന ഒമാഹുവ കായിനൻ, ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ, ഇനി സംഭവിക്കാൻ പോണ കാര്യങ്ങൾ, സകല കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദീകരിച്ചെന്നു സഹാബത്ത് പറയുന്നു. അതൊക്കെ പറയാനുണ്ടെന്താ? റസൂൽ മിഅ്റാജിന് രാത്രി പോയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു വിട്ടാ അതൊക്കെ. ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കണ്ടില്ല നിങ്ങള്? അഖ്വാമൻ, ഒരു ജനത വരാനുണ്ട്. ആ ജനതയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ചെറുപ്പക്കാർ നന്നായിട്ട് മനസ്സിലാക്കേണ്ട വാക്കാണ്. എന്താ പറയുന്നത്? ലാഇബൂന ബിൽ അബവാറ്റ് ബിൽ കഅബാറ്റ് ഷാരിബൂന ബിൽ ഖഹവാറ്റി, കഫേകളിൽ പോയിട്ട് കുടിക്കുന്നവർ. കേട്ടോ, ഭക്ഷണത്തെ പറ്റി പറഞ്ഞു. അതിന്റെ തുടക്കത്തിൽ പറയണ്ടേ എന്താ? അവര് മുന്തിയ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാര്. ആ ഭക്ഷണത്തിന്റെ വൈവിധ്യമാർന്ന ഇനങ്ങൾ കഫ്സയായിട്ടും അൽഫയമായിട്ടും എന്തൊക്കെ ഇനങ്ങളാണ് നമ്മൾ കഴിക്കണത്. അങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണവരെ, വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണത്തിന്റെ ഇനങ്ങൾ കഴിക്കണവരെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്ക് നോക്കുകയാണെങ്കില് ലാഇബൂന ബിൽ കഅബാത്തി, സ്റ്റംപ് കൊണ്ട് കളിക്കുന്നവരെ. ക്രിക്കറ്റ് സ്റ്റംപ് കൊണ്ട് കളിക്കുന്നവരെ. എന്നിട്ട് റാഖിദൂന അനിൽ അതമാത്തി, അർദ്ധരാത്രിയിൽ ഉറക്കൊഴിക്കണവരെ. എന്നിട്ട് മുഫിരിത്തൂന ഫിൽ ഗദവാത്തി, നേരം വെളുക്കുമ്പോ കൂർക്കം വലിച്ച് ഉറങ്ങണവരെ. ഇന്നത്തെ സൊസൈറ്റിയിലെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷന്റെ ചിത്രലേഖി കൂടി വരച്ചിരുന്നത് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് അവിടുന്ന് എന്റെ ഉമ്മത്തിന്, ഞാൻ ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, എന്റെ ഉമ്മത്തിന് ഇനി എന്താ കൊണ്ടേ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുകയാണേ. നമുക്ക് കൊണ്ടുവന്നു നിസ്കാരം എന്റെ ഉമ്മത്തിനാണോ? അള്ളാന്റെ റസൂൽ അവിടെ ചെന്നിട്ട് അള്ളാന്റെ സന്നിധിയിൽ നിന്നിട്ട് അബ്ദുൽ ഖുദ്ദൂസ് ഗംഗൂഹി എന്നൊരു സൂഫി വര്യനുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയാണ്, മുഹമ്മദ് അറബി അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയിട്ട് ഭൂമിക്ക് തന്നെ മടങ്ങിപ്പോന്നത്രേ, ഞാനാണെങ്കിൽ പോരൂല. നമ്മൾ പോരോ? അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹു നമുക്ക് സ്വർഗത്തിലെത്തിയാൽ പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ആഗ്രഹിക്കാനുള്ള അള്ളാന്റെ ലിഖാ അല്ലേ? അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോരാ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്തരത്തിലുള്ള അനുഭൂതിയും അനുഭവവും ഉണ്ടായിട്ടും തന്റെ ഉമ്മത്തിനെ പറ്റിയാ ചിന്തിക്കുന്നത്. അങ്ങനെ ഭൂമിക്ക് പോരാ ചെയ്യുന്നത്. തന്നാൽ കരയേറേണ്ടവർ എത്രയോ പേർ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ഭ്രമപദം കൊതിക്കും തപോനിരിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് പറയലേ. എന്നെ കൊണ്ട് ഉയർന്നു വരണ്ടേ, അഴുക്കുകളിൽ നിന്നും ചെളിയിൽ നിന്നൊക്കെ എന്നെ കൊണ്ട്, ചേറിൽ നിന്നും എന്നെ കൊണ്ട് ഉയർന്നു വരുന്ന ഒരു ഭൂമിയിലുണ്ടാവുമ്പോ പിന്നെ എനിക്ക് ഭ്രമപദം കിട്ടിയിട്ട് ഇങ്ങനെ പോയി കുത്തിരുന്നാ മതിയോ? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിന്റെ അടുത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് കൊണ്ടുവന്ന് തന്നതാണ് നമുക്ക് നിസ്കാരം. അങ്ങനെ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നെ ഹിജ്റ ഉണ്ടാവുന്നത്. ആ ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാമിന്റെ മുഴുവൻ വിജയങ്ങളും ഉണ്ടാവുന്നത്. അതേപോലെ ഈ ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് അതാ അസലാത്ത് മിറാജുൽ മുഅ്മിനി പറഞ്ഞാല് നമസ്കാരം മുഅ്മിനിന്റെ മിറാജാണ്. അപ്പോ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് മനസ്സിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ദുരിതം ഉണ്ടെങ്കിലും, ക്ലേശം ഉണ്ടെങ്കിലും, അലസൽ എന്തുണ്ടെങ്കിലും നിസ്കരിച്ചിട്ട് പൂർണ്ണതോടുകൂടി ഇങ്ങോട്ട് മാറ്റം വരിക. അതാ മുഅ്മിനിന്റെ മിറാജ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രസൻസിൽ പോയിട്ട് നിൽക്കുക നമ്മൾ ചെയ്യണത്. അള്ളാഹു അക്ബറാണ് കയ്യന് കെട്ടിയാൽ പിന്നെ നമ്മൾ ലോകം മാറിയില്ലേ? വഹദത്തിന്റെ ലോകത്തിലേക്ക് നീങ്ങുകയാണ്. കസറത്തിന്റെ ലോകത്ത് നിന്ന് ബഹുത്വത്തിന്റെ ലോകത്തിൽ നിന്ന് ഏകത്വത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അള്ളാഹു അക്ബർ കണ്ടിട്ടുള്ള മിറാജിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബുറാഖുമലല്ലേ പോയത്? അല്ലേ, ബുറാഖുമലല്ലേ പോയത്? ബുറാഖ് ചിറകടിക്കല്ലേ? ബുറാഖ് ചിറകടിച്ചും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ബുറാഖമ്മ കൂടി ചിറകടിച്ച് കയറുന്നത് പോലെ നമ്മളിതാ അള്ളാഹു അക്ബർ പറയുന്ന സമയത്ത് അല്ലേ, അള്ളാഹു അക്ബർ ചിറകടിക്കണേ. ആ ഭൂമി നമ്മൾ പൊന്തുകയാണ്. ഇനി ലോകം ഇതല്ല, മറ്റൊരു ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. അതാ വഹദത്തിന്റെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹുവിന്റെ ലോകത്തേക്കുള്ള കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആലമുൽ ഗൈബി ഷഹാദത്തിൽ നിന്ന് ആലമുൽ ഗൈബിലേക്കുള്ള കവാടം നമ്മളെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹിന്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് അവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യണത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ദുനിയാവ് പിന്നെ നമ്മളെ മുമ്പിൽ ഇല്ലാപ്പെടുത്ത ഒന്നുമില്ല. നമ്മളെ കുട്ടികളുമില്ല, നമ്മളെ കെട്ടിയോളുമില്ല, നാട്ടുകാരില്ല, ഉദ്യോഗമില്ല, ഒന്നുമില്ല. പിന്നെ അള്ളാഹു മാത്രം നമ്മുടെ മുമ്പില് ഓന്റെ പ്രസൻസിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യുന്നത്. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാ മിറാജ പറയാൻ കാരണം. അസലാത്തു മിറാജുൽ മുഅ്മിനി ഇന്നൽ മുസല്ലിയ യുനാജി റബ്ബഹു ഫൽയൻദുറുമായി യുനാജിഹി. നമസ്കരിക്കുന്നവൻ തന്റെ രക്ഷിതാവുമായി മുനാജാത്ത് നടത്തുകയാണ്. അതുകൊണ്ട് താൻ എന്താണ് മുനാജാത്ത് നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് നിസ്കരിക്കണം. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പടച്ചവന്റെ മുമ്പിൽ എന്തിനും നിസ്കരിക്കണം. അതുകൊണ്ടല്ലേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത് നിശ്ചയമില്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെ എണ്ണിപ്പൊരിക്കാണ്ട് പറഞ്ഞുകൊണ്ട് മുമ്പിട്ട് നീർന്നു പോരുന്ന നിസ്കാരമല്ലേ ഈ പറയുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഗൗരവം കൊടുക്കണം, നമ്മളത് മനസ്സിലാക്കണം. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടികളെ തല്ലാൻ പാടില്ല. കുട്ടികളുണ്ടാവും, ഇവിടെ മദ്രസയിലെ കുട്ടികളുണ്ടാവും, നല്ല ഇഷ്ടപ്പെടുന്നുണ്ടാവും. യാ അലി ലാ തദ്രീബ് ഗുലാമക്ക്, യാ അലി ലാ തദ്രീബ് ഗുലാമക്ക്, അലി ഗുലാമിനെ അടിക്കരുതേ. അടിമക്കുട്ടി എന്ത് കുട്ടിയായിക്കോട്ടെ അടിക്കരുതേ. ഫൈനി റഅയ്തുഹു യുസല്ലിയു, നിസ്കരിക്കണ ഞാൻ കണ്ടിരിക്കണു. ഫൈനി ഉമിർതു അൻ ലാ അദ്രീബൽ മുസല്ലിയ, നിസ്കരിക്കണവനെ പിന്നെ തല്ലരുത്. എനിക്ക് അല്ലാഹു തആല കൽപ്പന തന്നിട്ടുണ്ട്, നിസ്കരിക്കണവനെ പിന്നെ തല്ലരുതേ. എന്താ കാരണം? നിസ്കരിക്കണവനെ പിന്നെ തല്ലേണ്ടി വരില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, നമസ്കാരം എല്ലാ നീചവൃത്തികളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മനുഷ്യനെ തടയും. അപ്പൊ നമ്മൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം നമ്മളെ തെറ്റും കുറ്റൊന്നും ചെയ്യാത്ത ആളാക്കിയ പിന്നെ തല്ലേണ്ടി വരില്ലല്ലോ, പിന്നെ തല്ലണത്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം നിസ്കാരത്തിന് ശക്തി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെന്താ വെച്ചാൽ നിസ്കാരം, ആ നിസ്കാരത്തിന് ജീവിതത്തിൽ ഒരു സ്വാധീനം ഇല്ല എന്നുള്ള രീതി കാണാം. ആജിരക്കനെ കോഴിക്കോട്ട് കഴിക്കുക, കോഴിക്കോട്ട് എന്ന് വെച്ചിട്ടുള്ള സമയത്ത് ആജിരക്ക പെരും പാച്ചില്, ആജിരക്കനെ വാച്ചിൽ നോക്കുമ്പോൾ പായും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആജിരക്കങ്ങൾ പായണത് ചോദിച്ചാൽ പിന്നെ കാമത്ത് ഇപ്പൊ കൊടുക്കുക, എനിക്ക് വേണമെങ്കിൽ പോകുന്നതാണ്. എന്നിട്ട് മൂപ്പരിങ്ങനെ നല്ല പെരിഞ്ഞ പോക്കാ ചെയ്യണത്. വാച്ചിൽ നോക്കുക, പഠിക്കലേക്ക് പോവാ, കാമത്ത് ഇപ്പൊ കൊടുക്കുന്ന പറഞ്ഞ് പോവുക. അങ്ങനെ നമ്മളും പിന്നാലെ ചെന്ന് നിസ്കരിച്ചല്ലോ കഴിഞ്ഞ ശേഷം ആജിരക്കനോട് ചോദിച്ചു, എന്തേ ഇപ്പൊ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വന്നീന്ന് ചോദിച്ചു. ഞാൻ കുട്ടിയൊരു കേസുണ്ട്. എന്ത് കേസാ? അത് അയൽവക്കാരനേറ്റാ കേസ്. എന്താ? അതൊരു ഭൂമിന്റെ തർക്ക. അയൽവാസിയുടെ ഭൂമി കേസ് കൊടുത്തുകാണ്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, കേസ് കൊടുക്കാൻ വേണ്ടി കോഴിക്കോട്ട് അങ്ങാടി പോയിട്ട് മൂപ്പരാണ് കാമത്ത് ഇപ്പൊ കൊടുക്കുന്ന പോയണതേ. ഇത് പായണ്ടെന്നല്ല പറയണത്. പക്ഷെ ഈ പാച്ചിൽ ജീവിതത്തിന്റെ ഇഫക്റ്റ് ആണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് ഇഫക്റ്റ് ഉണ്ടാവണം, സ്വാധീനം ഉണ്ടാവണേ, നിസ്കാരത്തിന് സ്വാധീനം ഉണ്ടാവണം. അതുകൊണ്ടല്ലേ ഏത് തിന്മയിൽ നിന്ന് നമ്മളെ തടയുന്നു നമ്മുടെ നിസ്കാരം നേരെയിക്കണേ, ബാക്കിയൊക്കെ നേരെയാവും. അല്ലെ, ഒരു പണ്ഡിതൻ ഒരിക്കൽ പിന്നെ ഒരാൾ ഹാദിമ് വേലക്കാരൻ സദ്യ നടക്കുന്ന സമയത്ത് വേലക്കാരൻ കറിയും പാത്രമായിട്ട് ഇങ്ങനെ ചെല്ലാം. കറിയും പാത്രം കൊണ്ട് ഇങ്ങനെ പോണ സമയത്ത് ഒന്നാണ് വെച്ചുത്തിട്ട് കറി തുളുമ്പിപ്പോയി. അപ്പോ എന്താ പറയുക, എന്റെ നിസ്കാരം നേരിയിട്ടില്ല.
നിസ്കാരം നേരിയിട്ടില്ല. നിസ്കാരം നേരെയായ പിന്നെ തഖ്വ ഉണ്ടാവും. തഖ്വ പറഞ്ഞ സൂക്ഷ്മതയാണ്. സൂക്ഷ്മത പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യത്തിലും സൂക്ഷ്മത ഉണ്ടാവും. അപ്പൊ പിന്നെ വെച്ചുത്തൂല്ല, കാര്യം മാത്രം ബുബുവില്ല, അതന്നെ ഈ പറയുന്ന അർത്ഥം. അവിടെ നമ്മളെന്താ, നമ്മൾ പള്ളിയൊക്കെ പോയിട്ട് നിസ്കരിച്ചു. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു, റമദാൻ മാസത്തിലൊക്കെ നിസ്കരിച്ചു, എന്നിട്ട് തറാവിയൊക്കെ നിസ്കരിക്കും, വിത്റും നിസ്കരിക്കും, എല്ലാം നിസ്കരിച്ചാണ്ട് ചെല്ലേണ്ടതൊക്കെ ചെല്ലും, സലാത്തും ചെല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹും ചെല്ലും, തസ്ബീഹും ചെല്ലും, എല്ലാം ചെല്ലും. എല്ലാം ചെല്ലിയിട്ട് അവസാനം ഇമാം നിയ്യത്ത് ചെല്ലിത്തന്നു, അതും ചെല്ലി എല്ലാം കഴിഞ്ഞിട്ട് വളരെ ഭക്തി നിർവിശേഷം ഉസാറായിട്ട് ഇബാദത്തൊക്കെ എടുത്തും കൂടെ ഇറങ്ങിപ്പോരുമ്പോ ആരാന്റെ ചെരുപ്പും കാലും ഇട്ടിട്ട് ഒരൊറ്റ പോരേ കളിക്കുന്നേ. ആരാന്റേതാ അവനാന്റേതാന്ന് വകതിരിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് നിസ്കാരം കൊണ്ട് ഉണ്ടാവണം. അതാ തഖ്വാർണ. തഖ്വാർണ സൂക്ഷ്മത ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാവും. പിന്നെ ആരാന്റെ ചെരുപ്പും തിരിച്ചറിയും. അത്ര ശക്തിയുള്ളതായി നിസ്കാരം തന്നെ അത്. പക്ഷെ എന്താ വെച്ചാൽ നിസ്കാരത്തെ പറ്റി നമ്മൾ പഠിക്കും, മനസ്സിലാക്കും, അത് ഉൾക്കൊള്ളുകയും ചെയ്യണം. അപ്പോഴാണ് നേരെയാവും. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കരിക്കാൻ നിന്നിട്ട് ഇങ്ങനെ തക്ബീർ കെട്ടി നിസ്കരിക്കണതിന്റെ ഇടയിലുണ്ട് അദ്ദേഹത്തിന് ഒരു തോട്ടമുണ്ട്, തൊട്ടടുത്താണ്. അപ്പോ ശ്രദ്ധ തോട്ടത്തിന്റെ അടുത്തേക്കാണ് പോയി. അന്നത്തെ പള്ളി നിസ്കരിക്കുന്ന സ്ഥലം വീടുമൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും കാണുമൊക്കെ തന്നെ ഈ കാലം. ഇന്നത്തെ അതിങ്ങനെ ഭദ്രമല്ലല്ലോ. ഏതായാലും അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ശ്രദ്ധിച്ചു. തോട്ടത്തിൽ പക്ഷിപറവാദികൾ ഇങ്ങനെ പഴങ്ങളൊക്കെ കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്നുണ്ട്, പറക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ പോയി. പെട്ടെന്ന് മുമ്പേ ഓർത്തി ഞാൻ നിസ്കാരത്തിലാണല്ലോ. വീണ്ടും ശ്രദ്ധ ഇങ്ങോട്ട് തന്നെ വെച്ചുകൊണ്ടു കൊണ്ടുവന്നുകാണ്ട് പിന്നെ നിസ്കാരം ഫുള്ളായിട്ട് പിന്നെ നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധി ചെന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു തോട്ടമുണ്ട്. ആ തോട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന തോട്ടമാണ്. പക്ഷേ ആ തോട്ടം എന്റെ നമസ്കാരത്തിൽ നിന്ന് അല്പസമയത്തേക്ക് ശ്രദ്ധ തട്ടിയെടുത്തിട്ടുണ്ട്. ആ തോട്ടം അബൂ തൽഹയ്ക്ക് ഇനി വേണ്ട. എനിക്ക് ഏറ്റവും വരുമാനം നേടിത്തരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം, പക്ഷേ എന്റെ നമസ്കാരത്തിൽ നിന്ന് അല്പസമയത്തേക്ക് ശ്രദ്ധ തട്ടിയെടുത്തിട്ടുണ്ട് തോട്ടം. ആ തോട്ടം ഇനി അബൂ തൽഹയ്ക്ക് വേണ്ട. അത് പാവങ്ങൾക്ക് കൊടുത്തോളി, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ സദഖ ചെയ്തിരിക്കുന്നു. ആ തോട്ടം എനിക്ക് വേണ്ട. ഒരു നിസ്കാര വലിയത്, തോട്ടല്ല വലിയത്. അതാ പറഞ്ഞത് അല്ലാഹു അക്ബറാണ്, അള്ളയാണ് വലിയത്, ബാക്കിയുള്ളതൊന്നും വലുതല്ല. ആ അവസ്ഥയിലേക്ക് നമ്മളെ വളർത്താൻ നോക്കണം. നമ്മളിങ്ങനെ മരവും കൊടുത്താൽ ചെയ്യുന്നൊരു വാച്ച്, അല്ലെങ്കിൽ അടിയും കൊടുത്താൽ ചെയ്യുന്നൊരു വാച്ച് ഗൾഫിൽ നിന്ന്. ആ വാച്ച് നല്ല പൊന്നിന്റെ നിറക്കുള്ളൊരു വാച്ച്. അങ്ങനെ തക്ബീറൊക്കെ കെട്ടിക്കാണ്ട് ആദ്യം കെട്ടി പള്ളിയിലേക്ക് വന്നിക്കല്ലേ. അപ്പൊ നിസ്കാരത്തിനിടയിൽ വാച്ച് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചു. പിന്നെ നിസ്കാരത്തിലാണെന്നോ ആലോചിച്ചപ്പോൾ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വേണ്ട. പിന്നെ റുക്കുവിൽ പോയപ്പോൾ ഒന്നിങ്ങനെ അങ്ങനെ നിസ്കാരത്തിൽ പലവട്ടം വാശുമിൽക്ക് നോക്കി. കാരണം പുതിയതല്ലേ, കിട്ടിയതല്ലേ, അളിയനോ ഓരോനോ ഒക്കെ കൊടുത്തയച്ചതുമല്ലേ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉസ്താദിന്റെ അടുത്ത് ചെന്നുകാണ്ട്, ഉസ്താദേ, എനിക്കൊരു വാച്ചുണ്ട്. ആ വാച്ച് എന്റെ അളിയൻ കൊടുത്തയച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചാണ്. 8-10 റുപ്യ വിലയുണ്ടത്രേ. മുന്തിയ വാച്ചാണ്, പൊന്നിന്റെ നിറവാണ്. എനിക്ക് വളരെ പറ്റിയിട്ടുണ്ട്. മരവും കൊടുത്തയച്ചാന്നുള്ള എനിക്ക് പ്രത്യേകിച്ചും താല്പര്യമുണ്ട്. പക്ഷേ എന്റെ നമസ്കാരത്തിൽ ആ വാച്ച് അല്പസമയം ശ്രദ്ധ തട്ടിയെടുത്തിരിക്കണു. അതുകൊണ്ട് ആ വാച്ച് ഇനി അമ്മക്ക് വേണ്ട. ഉസ്താദെ, ഇങ്ങള് അത് മദ്രസയ്ക്കോ പള്ളിക്കേക്കോ എന്ത് ഫണ്ടിലേക്കെങ്കിലും ലേലം പൊളിച്ച് എടുത്തോളി ഉസ്താദെ എന്ന് പറയാൻ ഞമ്മക്ക് തോന്നുമോ? അഥവാ അങ്ങനെ തോടുത്തിട്ടുണ്ടെങ്കിൽ പിന്നത്തെ നിസ്കാരമൊക്കെ അതാലോചിച്ചുകൊണ്ട് അത്രമാത്രം വേണ്ടിയിരുന്നില്ലാന്ന് ആലോചിച്ചുകൊണ്ട് ബാക്കിയുള്ള നിസ്കാരമൊക്കെ ഇരപ്പാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നിസ്കാരമല്ല വലിയത്, വാച്ചാ വലിയതേ. അതന്നെ. അപ്പൊ ഈ അവസ്ഥ നമ്മളെ മാനസികമായിട്ടുള്ള ഈ ചേഞ്ച് നമുക്ക് വരുത്താൻ സാധിക്കണം. ഇത് വരുത്തണമെങ്കിൽ എന്താ വേണ്ടത്? അള്ളാഹിനെ പറ്റിയിട്ട് അറിയണം. അള്ളാന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. നിസ്കാരത്തിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹ് ആരാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിസ്കാരത്തിൽ റബ്ബ് എന്ന വാക്ക് അടിക്കടി ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹിനെ റബ്ബായിട്ട് മനസ്സിലാക്കി. നമ്മളെ വളർത്തുന്നത് നമ്മളാരുമല്ല, നമ്മളെ വളർത്തുന്നത് റബ്ബാണ്. നമ്മളുണ്ടാക്കിയത് അമ്മയ്ക്ക് കിട്ടിയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ചാൻസ് ആയിട്ട് കിട്ടിയതല്ലേ. നമുക്ക് ജീവിതം ബൈ ചോയ്സ് ആയിട്ട് കിട്ടിയതാ. നമ്മൾ ആലോചിച്ച് കണ്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കിട്ടിയതാ. ബൈ ചാൻസ് ആയിട്ട് കിട്ടിപ്പോയി. നമുക്കൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. ആ ജീവിതം ബൈ ചാൻസ് ആയിട്ട് കിട്ടിയതാ, നോട്ട് ബൈ ചോയ്സ്. ആ ജീവിതം മാത്രമല്ല, നമ്മൾ ചേരുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയത് തന്നെ, നമ്മളുണ്ടാക്കിയത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാനാണ് എന്റെ രൂപം പടക്കണമെന്ന് വെച്ചാല് ഞാൻ ഒന്നും കൂടി നീളുണ്ടാവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ മൈക്ക് ഇങ്ങനെ പിടിച്ച് താത്തണ്ടീനോ അല്ലെ? ഒന്നും കൂടി നീളുണ്ടെങ്കിൽ ഇനി മാത്രമല്ല ഒന്നും കൂടി സുന്ദരനാവാൻ ഇപ്പൊ മോശമുണ്ടെന്നല്ല പറയുന്നത് അല്ലെ? ഞാൻ ഒന്നും കൂടി ചൊറുക്കുണ്ടാകാനൊക്കെ ആഗ്രഹിക്കൂലേ? ഞാനപ്പൊ എന്റെ കോലുണ്ടാക്കിയത് നമ്മളുണ്ടാക്കിയ കോലമല്ല, ഒന്നുമല്ല, ഒക്കെ പടച്ചുണ്ടാക്കിയതാ. എന്ന് മാത്രമല്ല അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ റബ്ബ് എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാ നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളിലും റബ്ബ് അനുസ്മരിക്കണം. എന്തുകൊണ്ടാ? അള്ളാഹു അക്ബർ തക്ബീർ കെട്ടിയതിനു ശേഷം നമ്മൾ സമാവാത്തി ഹനീഫൻ മുസ്ലിമൻ ഒമാനൽ മിനൽ മുശ്രിക്കീന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണേ.
അവിടുന്ന് ആ വജ്ജത്ത് കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റുകൂഇലേക്ക് പോകുന്നു, സുബ്ഹാന റബ്ബിയൽ അലീം, റബ്ബേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഅ്തിദാലിലേക്ക് ഉയരുന്നു, റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബേ. പിന്നെ സുജൂദിലേക്ക് പോകുന്നു, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി, റബ്ബേ. പിന്നെ നീശികാണ് റബ്ബി ഗഫിർലി വർഹംനി, റബ്ബേ. എല്ലാ ചലനങ്ങളിലും നമ്മൾ റബ്ബ് റബ്ബ് എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാനെ റബ്ബായിട്ട് മനസ്സിലാക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെ എവല്യൂഷനൈസർ. റബ്ബ് എന്ന് നമ്മൾ നാഥൻ എന്ന് പറഞ്ഞാലും നമ്മൾ രക്ഷിതാവ് എന്ന് പറഞ്ഞാലും ഒന്നും അതിന്റെ അർത്ഥാവൂല. റബ്ബ് എന്ന വാക്കിന് ശരിക്കും ഇംഗ്ലീഷിൽ പറയുമ്പോൾ എവല്യൂഷനൈസർ, നമ്മളെ പരിണമിച്ച് പരിവർത്തിപ്പിച്ച് പടിപടിയായി വളർത്തി കൊണ്ടുവരുന്നവൻ. നമ്മൾ ജനിച്ച സമയത്ത് എന്തെയ്യുന്നു സ്ഥിതി? ജനിച്ചിങ്ങനെ ഭൂമിയിലേക്ക് വീണ സമയത്തെ കോഴിക്കുട്ടികളാണെങ്കിൽ ജനിച്ചു വന്നോടെ തന്നെ അങ്ങനെ നടക്കാൻ തുടങ്ങും, പി അങ്ങനെ നടക്കും. പൈക്കുട്ടികളാണെങ്കിൽ തൊമ്പിലെടുത്ത് ചാടി അങ്ങോട്ട് പോകും, അങ്ങോട്ട് ഓടിപ്പോകും. ആട്ടുകുട്ടികളാണെങ്കിൽ ചാടി ഓടിപ്പോകും. പല ജീവികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനിച്ചാൽ അപ്പൊ തന്നെ നീച്ചുകാണ്ട് അങ്ങോട്ട് ഓടും ചാടും നടക്കുകയൊക്കെ ചെയ്യും. മനുഷ്യന്റെ കുട്ടിയാണെങ്കിലോ, മനുഷ്യന്റെ കുട്ടിയാണെങ്കിൽ അങ്ങോട്ട് കിടക്കും. കടന്നിട്ട് എന്താണ്, ഈശാനും വെച്ച ഇളകാനും വെച്ച ഒന്നിനും വെച്ച നമ്മളിങ്ങനെ നിസ്സഹായരായിട്ട് കിടക്കുകയാണെ ഒരേ ഭാഷ അറിയും. ഏത് ലാംഗ്വേജ് പറയണവനും ഒരേ ഭാഷ. ഇംഗ്ലീഷുകാരനാണെങ്കിലും മലയാളിയാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ആരാണെങ്കിലും ഒരേ ഭാഷ, ഒറ്റ ഭാഷ. കരച്ചില് വിശക്കണുണ്ടോ കാര്യ, കൊതുക് കടിച്ചോ കാര്യ, മൂട്ട കടിച്ചോ കാര്യ, മൂത്രയിക്കാൻ മുട്ടുണ്ടോ കാര്യ, മുലപ്പാൽ കുടിച്ചണോ കാര്യ, എല്ലാവരും കാര്യമല്ലാത്ത ഒരു ഭാഷ അറിയില്ല അന്നത്തെ ഒരു ആ കാലഘട്ടത്തിലെ നമ്മുടെ നേരെ ഉമ്മാന്റെ മനസ്സിലെ അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും കാരുണ്യം അള്ളാഹു തആല ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഇക്കോലത്തിൽ വളർത്തിക്കൊണ്ടുവരോ? നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജനിച്ചു വരുന്ന സമയം മുതൽക്ക് നമ്മളെ ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും നമ്മളെങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നവർ റബ്ബാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ആ അള്ളാഹു നമ്മളെ റബ്ബാന്നുള്ള നിലക്ക് മനസ്സിലാക്കിയിട്ട് റബ്ബിനെ നല്ലോണം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കിയ പിന്നെ ഓനോടാണ് അടുപ്പം തോന്നും, പിന്നെ ഓനോടാണ് സ്നേഹം തോന്നും, പിന്നെ ഓൻ തന്നെ വലുതെന്ന് നമുക്കത് മനസ്സിലാവും. അപ്പൊ നിസ്കാരം വലുതാവും. അതന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കാരണം പഠിച്ചതൊക്കെ നമുക്ക് വേണ്ടി ഞാൻ ഞാൻ ഈ കണ്ടു കാണപ്പെട്ട സകല അനുഗ്രഹങ്ങളും എനിക്ക് വേണ്ടി പഠിച്ചതല്ല, എന്റെ ദാസന്മാർക്ക് വേണ്ടിയിട്ട് പഠിച്ചതാ. സൗജന്യമായിട്ടാണ് അള്ളാഹു തആല സൗജന്യമായിട്ടാണ് തന്നിരിക്കാൻ. നമുക്ക് ഓരോന്നിന്റെയും വില നമുക്ക് മനസ്സിലാക്കൽ എപ്പോഴാണ്? ഓക്സിജന്റെ വില മനസ്സിലാക്കൽ എപ്പോഴാണ്? നമ്മൾ ദിവസേന ശ്വാസം ഇങ്ങനെ മേപ്പിട്ടും ഇവിട്ടും വലിച്ചിട്ടില്ലേ? ഈ ശ്വാസം വലിക്കുന്ന സമയത്ത് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിന് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണു. നമ്മൾ പിന്നെ ബോംബെക്ക് പോയി നോക്കിയിട്ടുണ്ടോ? ആ കൊങ്കൺ റെയിൽവേ കൂടി പോണ സമയത്ത് ഇടക്കുണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടിയുള്ള പോക്ക്. അപ്പൊ തന്നെ കൃത്രിമമായിട്ടുള്ള ഓക്സിജനൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഒന്നാ തന്നെ ഒരു വിങ്ങല കേട്ടോ. നേച്ചറിലുള്ള പ്രകൃതിയിലുള്ള ഓക്സിജൻ നമ്മൾ അനുഭവിക്കണ മാതിരിയല്ല കൃത്രിമമായിട്ടുള്ളതൊക്കെ. എന്തായാലും നമ്മൾ വില മനസ്സിലാക്കൽ വലിയപ്പാൻ ആശുപത്രി കൊണ്ടുപോയിക്കാണ്ട് ഓക്സിജൻ കൊടുത്തുകാണ്ട് പിന്നെ ഒരു വില്ല് കാണുമ്പോൾ പടച്ചോനെ ഇത്രയൊക്കെ വില ഉണ്ടോ ഈ സാധനത്തിന്? അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ സാധനം കണ്ടോ സൗജന്യമായിട്ട് തരുന്നു, എല്ലാം സൗജന്യമായിട്ട് തന്നുകൊണ്ടിരിക്കണു. സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെ അതാ സകലവും എന്റെ ദാസന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചതാ. അള്ളാഹു തആല ഇങ്ങനെ പഠിച്ചു തരാം. നമ്മൾ ആവശ്യമനുസരിച്ച് ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ കണ്ടില്ല നിങ്ങള്? ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ. കാശ്മീരിൽ ചെമ്മരിയാടുണ്ട്, ഇവിടെ ചെമ്മരിയാടില്ല. എന്താ കാരണം? കാശ്മീരിൽ പോയി നോക്കിക്കണോ, എന്ത് തണുപ്പാണ് അവിടെ, പെരും തണുപ്പ്. ഞാൻ പോയി പാർത്തിക്കണം അവിടെ കാശ്മീരിലെ. എന്താ തണുപ്പ് കാര്യങ്ങള്. അവിടെ കങ്കിടി എന്ന സാധനമുണ്ട്, അതിന്റെ ഉള്ളിൽ തീക്കട്ടടല്ല. തീക്കട്ട ഇട്ടുകാണ്ട് അതൊരു പ്രധാന വ്യവസായ കങ്കിടി വ്യവസായം. കാരണം അവിടെ അത് പിന്നെ ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ അവിടെ ശ്രീനഗറിൽ പിന്നെ ഈ ഇതന്നെ ഉണ്ടാവില്ല. എന്താ നിയമസഭാ സമ്മേളനം അവിടുന്ന് മാറ്റല, ജമ്മുക്ക് മാറ്റില്ല. കാരണം അവിടെ നടക്കൂല എന്നുള്ളത് കൂടെ. ആ ജാതി തണുപ്പ്. എന്നിട്ട് ഈ കങ്കിടി എന്ന സാധനം കുപ്പായത്തിന്റെ ഉള്ളിൽ വെക്കല. കുപ്പായത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാ കാര്യം തീക്കട്ടൊക്കെ ഒന്ന് തണുപ്പ്. ആ ജാതി തണുപ്പല്ലേ. അങ്ങനത്തെ തണുപ്പുള്ള സ്ഥലത്ത് ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് പുതപ്പുണ്ടാക്കണം, ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് സ്വെറ്റർ ഉണ്ടാക്കണം, ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് ഷാൾ ഉണ്ടാക്കണം. കാശ്മീരിൽ അത് ആവശ്യമാണ്. കാരണം അങ്ങനെ അവിടെ തണുപ്പുണ്ട്, ഇവിടെ അത് ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ചെമ്മരിയാടും ഇല്ല. നമ്മൾ ആവശ്യമനുസരിച്ച് പടച്ചവും തരുന്നുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം, വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഒരേ തരത്തിലുള്ള ഭക്ഷണം എന്നും തിന്നാൻ കിട്ടിയ എന്തെങ്കിലും സ്ഥിതി. ഇസ്രായേൽ സമുദായത്തെ പറ്റി സമയമാകുമ്പോൾ ഒന്ന് സൂചിപ്പിക്കണം. ആയിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കാനല്ലേ? അപ്പൊ അതുകൊണ്ട് സമയം മജ്‌ലിസുനൂറൊക്കെ നടക്കേണ്ടതല്ലേ? എത്രയായി? ആയിക്കോട്ടെ, കാമണിക്ക് കൊടുക്കുന്നത്.
അപ്പോ പിന്നെ നമ്മുടെ നാട്ടിലെ പറ്റി നമ്മൾ ഭക്ഷണ സാധനത്തെ പറ്റി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണം നമുക്ക് തന്നുകൊണ്ടിരിക്കുക അള്ളാഹു തആല. ഒരേ ഭക്ഷണം എന്നും കോഴി ബിരിയാണി ഇന്നങ്ങനെ കിട്ടിയാൽ എന്താ അതിന്റെ രസം? എല്ലാ ദിവസവും മുന്തിയ തന്നെയാണ്, പക്ഷെ കോഴി ബിരിയാണിന് കിട്ടുന്ന രസം. ഇസ്രായേൽ സമുദായത്തെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഇസ്രായേൽ സമുദായക്കാർ ഇങ്ങനെ പിന്നെ ഒരിക്കല് മരുഭൂമി കൂടി ഇങ്ങനെ അരഞ്ഞു നടന്നൊരു കാലം ഉണ്ടല്ലോ. ആ കാലത്ത് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അള്ളാഹു തആല മന്നായും സൽവായും വാൻസല്ല ആരിക്കും മന്ന വസൽവ, മന്നായും സൽവായും നിങ്ങൾക്ക് നമ്മൾ തന്നില്ലേ. മന്നും സെൽവിയും, മന്ന് പറഞ്ഞാൽ എന്താ, റൊട്ടിയൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന സാധനം. സെൽവ പറഞ്ഞാൽ കാടപ്പക്ഷിയാ. കാടാന്ന് പറഞ്ഞാൽ മുന്തിയ സാധനമല്ലേ. 1000 കോഴിക്ക് അരക്കാടാന്ന് നമ്മൾ നാട്ടിൽ ചൊല്ലുന്നുണ്ട്. അത്ര മുന്തിയ സാധന കാട. മാത്രമല്ല ഹോട്ടലിലൊക്കെ കാടയിറച്ചി ഇവിടെ കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ടാവും, പോത്തിറച്ചി ഇവിടെ കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ടാവോ? കാടയിറച്ചി ഇവിടെ കിട്ടുന്നു എഴുതിക്കൂരെ. മുന്തിയ സാധന കാട. ഈ സാധനമാണ് ഇസ്രായേലിയർക്ക് അള്ളാഹു തആല മുന്തിയത തിന്നാൻ കൊടുത്തത്. അങ്ങനെ കുറച്ച് ദിവസം ഒരു തന്നെ തിന്ന സമയത്ത് പറയാം, യാ മൂസാ ലൻ നസ്ബിറ അലാ തഅാമിൻ വാഹിദിൻ ഉദു ലനാ റബ്ബക യുഖ്രിജ ലനാ മിമ്മാ തുംബിത്തുൽ അർദു മിൻ ബഖരിഹാ വഖിസായിഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. മൂസേ ലൻ നസ്ബിറ അലാ തഅാമിൻ വാഹിദിൻ, ഒരേ ഭക്ഷണം തിന്നിട്ട് സഹി വരുന്നില്ല. അതുകൊണ്ട് ഉദു ലനാ റബ്ബക, റബ്ബിനോടൊന്ന് ദുആയിരക്ക്. പച്ചക്കറി സാധനങ്ങളൊക്കെ ഖിസായിഹാ, കക്കരിക്ക വരട്ടെ, അതുപോലെ തന്നെ ഉള്ളി വരട്ടെ, ഗോതമ്പ് വരട്ടെ, അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ആ തസ്തബദിലൂനല്ലതിയോ അതിനാബില്ലതിയോ ഖൈറേ, മുന്തിയതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ താണതാ വേണ്ടതെന്ന് പഠിച്ചോന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. എന്താ കാരണം? കാടർച്ചി ദിവസം തിന്നാൻ തുടങ്ങിയപ്പോൾ മടുത്തിട്ട് ഇനി പച്ചക്കറി വരട്ടെ എന്ന് പറയാൻ തുടങ്ങിയെന്നാ. അപ്പൊ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണം നമുക്ക് വേണം. അള്ളാഹു തആല തരുന്ന നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചക്കക്കാലത്ത് ചക്ക തരുന്നു, മാങ്ങാക്കാലത്ത് മാങ്ങ തരുന്നു. ചക്കക്കാലത്ത് ചക്കത്ത്, പിന്നെ എല്ലാ കാലത്തും എല്ലാതും കിട്ടും. ഇഞ്ചക്ഷൻ കൊടുത്ത് അത് തിന്നതിന്റെ ഗുണം നമുക്ക് അനുഭവിക്കുന്നു. ഞാൻ പ്രകൃതിയിലുണ്ടാകും അതിനെ പറ്റിയാണ് പറയുന്നത്. ചക്കക്കാലത്ത് ചക്ക തരുന്നു, മാങ്ങാക്കാലത്ത് മാങ്ങ തരുന്നു. തേങ്ങാക്കാലം എന്ന ഒന്ന് ഇല്ല. ചിന്തിക്കണ്ടേ? ചിന്തിച്ചു നോക്കാൻ നിങ്ങൾ. ചക്കക്ക് സീസൺ ഉണ്ട്, മാങ്ങക്ക് സീസൺ ഉണ്ട്, തേങ്ങക്ക് സീസൺ ഇല്ല. കാരണം എന്താ? തേങ്ങ എല്ലാ സീസണിലും വേണം. നമുക്ക് വെളിച്ചെണ്ണ വേണ്ടേ, നമുക്ക് പപ്പടം വെച്ചണ്ടേ, നമുക്ക് റൊട്ടി ചൂടണ്ടേ, നമുക്ക് പൊറാട്ട ചൂടണ്ടേ, കൂട്ടാൻ തൂമിച്ചണ്ടേ, കുഴമ്പുണ്ടാക്കണ്ടേ, തൈലുണ്ടാക്കണ്ടേ. എല്ലാ കാലത്തും എല്ലാ സീസണിലും നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ചക്കക്ക് സീസൺ ഉണ്ട്, മാങ്ങക്ക് സീസൺ ഉണ്ട്, തേങ്ങക്ക് സീസൺ ഇല്ല. ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ. ഇതൊക്കെ ഇങ്ങനെ തരാ നമ്മളെ റബ്ബ്. അങ്ങനെ റബ്ബിനെ പറ്റി ഒന്നാണ് പഠിച്ച് മനസ്സിലാക്കി നോക്കാണി. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരും പഠിച്ചവനോട് അടുപ്പം, അപ്പം ഇങ്ങോട്ട് വരും ഭക്തി. അല്ലെ? ഓരോന്നും നമ്മൾ ആവശ്യമനുസരിച്ച് മുമ്പ് ഒരു നീഗ്ര പഠിച്ചവനോട് വർത്താനം പറഞ്ഞു. പടച്ചോൻ എന്റെ മുടിയൊക്കെ എന്താ അങ്ങനെ ചുരുട്ടി വെച്ചിരിക്കണത്. ആഫ്രിക്കയിലുള്ള നീഗ്രോളുണ്ടല്ലോ, നമ്മളെ നാട്ടിക്കുടിക്കണ സുഡാന്, നൈജീരിയ എന്നൊക്കെ വരുന്ന വലിയ നീളമുള്ള പന്തളിച്ചിന് ആൾക്കാർ വരില്ലേ? അപ്പോ മുടി ഇങ്ങനെ ചുരുട്ടിട്ടായിരിക്കുമല്ലോ, എങ്ങനെ ചുരുട്ടി വെച്ചതല്ലേ. പടച്ചോൻ എന്റെ മുടിയൊക്കെ എന്താ അങ്ങനെ ചുരുട്ടി വെച്ചിരിക്കണത്? പടച്ചോൻ പറഞ്ഞ ചെങ്ങായി ആഫ്രിക്കയിലല്ലേ, ആഫ്രിക്കയിൽ കാട്ടിലല്ലേ ജീവിക്കണത്. കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് എന്റെ മുടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടില്ലെങ്കിൽ കാട്ടിക്കൂടി ഓടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കൊളത്തൂലേ, അതുകൊണ്ടാണ് ചുരുട്ടി വെച്ചിരിക്കണത്. അപ്പൊ എന്നാലും എന്റെ തടി ഇങ്ങനെ കറുത്തിട്ടുണ്ടാകെന്ന് വെച്ചു. ഈ ആഫ്രിക്കയിലല്ലേ താമസിക്കുന്നത്, കറുത്ത ശരീരത്തിന് മാത്രമേ സൂര്യപ്രകാശത്തെ അങ്ങനെ ഭയങ്കര ചൂടുള്ള സ്ഥലമല്ലേ. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ കറുത്ത ശരീരം വേണം. അതുകൊണ്ടാണ് അതിന്റെ ശരീരം കറുപ്പാക്കിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ മുമ്പ് കാലത്ത് കൊടയൊക്കെ കറുപ്പതിരെ ചൂടുള്ളവർക്കും വെയിലത്തൊക്കെ കറുപ്പതിനെ ചൂടേണ്ടതേ. പിന്നെ മറ്റതാണെങ്കിൽ പറ്റൂല, വെയിലിങ്ങനെ ചൂടിന്റെ കാകീരം ചെയ്യാനൊക്കെ അതിനൊക്കെ നല്ലത് കറുപ്പ് തന്നെ. ഏതായാലും അതുകൊണ്ടാണ് കറുപ്പ്. അത് ശരി. അപ്പൊ പിന്നെ എന്റെ തടിയൊക്കെ എത്ര വലിപ്പം എന്താണ്? ഞാൻ ഒരുപാട് നിങ്ങളോ മണ്ണൊക്കെ ഉണ്ടല്ലോ, ഞാനതെന്താ ചോദിച്ചു. അത് മൃഗങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ ചങ്ങായി. മൃഗങ്ങളോടൊക്കെ ഇങ്ങനെ ഏറ്റുമുട്ടിക്കാൻ എനിക്ക് കഴിച്ചിലാകാൻ സാധിക്കണം. ഈ തടി ഇത്രയൊക്കെ വേണം. അപ്പൊ ഞാനിപ്പോ അമേരിക്കയിലാണല്ലോ, ഇവിടെ ആവുമ്പോ ഇപ്പൊ എന്താ അങ്ങനെയാന്ന് വെച്ചു. ആഫ്രിക്കയിലാവുമ്പോഴൊക്കെ ശരി, ഞാൻ ഇവിടെ ആവുമ്പോ എന്താ അങ്ങനെ ചോദിച്ചു. പഠിച്ചോൻ ചോദിച്ചത് രജയിനെന്തിനാ ആവുമ്പോൾ അവിടെ പോയി പറക്കണേ, ഞാൻ പഠിച്ചോട്ടാണ് പാർത്താ പോലെ ചോദിച്ചു. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാലേ, ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ ചുണ്ട് മീൻസുള്ള ചുണ്ടായതുകൊണ്ടല്ലേ നിങ്ങളോട് വർത്താനം പറയാൻ വയ്ക്കുന്നത്. ഈ രണ്ട് ചുണ്ടും നാലോ ഒരേയുള്ള ചുണ്ടാണെങ്കിൽ തമ്മിൽ വരത്തിയിട്ട് ഒരു അക്ഷരം പറയാൻ വയ്ക്കുമോ നമുക്ക്? അല്ലേ? എന്റെ ചുണ്ട് ഇങ്ങനെ മീൻസുള്ളായതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നമ്മളുണ്ടല്ലേ ചോറ് കഴിച്ചാൽ സമയത്ത് ചോറ് കുഴക്കണ്ടേ, നമുക്ക് കുഴച്ചിങ്ങനെ വേശലല്ലേ, നമ്മളൊക്കെ തൈരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഴച്ച് വേശലുണ്ടല്ലോ. ഈ കയ്യിന്റെ ഷേപ്പ് ഇങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ കുഴക്കാൻ പറ്റുന്ന കുളത്തിലല്ലേ ഇങ്ങനെ കോരി ഇടേണ്ടി വരും. ഇവിടെ ഇങ്ങനെ കോരി ഇങ്ങനെ ഇടേണ്ടി വരും. നമ്മൾ പെരയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ സിമെന്റോ കോരിണ്ടോ അതേപോലെ കോരി ഇടേണ്ടി വരില്ലേ. അപ്പൊ ചോറൊക്കെ ഉരുട്ടാൻ പറ്റുന്ന കോലത്തിൽ തന്നെ കഴിച്ചിട്ടാക്കിക്കണല്ലേ നിങ്ങൾ. ഒരിക്കൽ സാരീശികരാജ് ഒരിക്കൽ പറയാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, കണ്ണെന്താ ഇവിടെ ഇങ്ങനെ ഇത് കയ്യിന്റെ ാണെങ്കിൽ എന്തോ ഒരു സൗകര്യം. ഇത് വലത്തോട്ട് കാണണമെങ്കിൽ അങ്ങോട്ട് തിരിയണം, ഇടത്തോട്ട് കാണണമെങ്കിൽ ഇങ്ങോട്ട് തിരിയണം, മേപ്പിട്ടാണെങ്കിൽ അങ്ങോട്ട് തിരിയണം, പിന്നീക്കോട്ട് തിരിയാനും പോലല്ല. അങ്ങനെയുള്ളൊരു കണ്ണ്. എന്ത് കണ്ണാണ് ഈ കണ്ണ്? ഇത് കജിന്റെ ആണെങ്കിൽ ഇങ്ങനെ കാട്ടിയാൽ പോലെ എന്തോ ഒരു സൗകര്യമാണ്. അങ്ങനെ മടാക്കത്തിൽ കണ്ട് ഒരു വറകെട്ടാൻ പോയപ്പോ കൈജിന്റെ ഇവിടെയാണ് പൊട്ടിയതോടുകൂടി പടച്ചോനെ കണ്ണെങ്ങാനും ഇവിടെ നിങ്ങളുടെ സ്വരീപ്പ് എന്താ ഈ കാരണം അപ്പോൾ ആലോചിച്ചത്.
ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ വെച്ചിരിക്കണതേ. നമ്മളെ ശരീരത്തെപ്പറ്റി നമ്മളെ ചിന്തിക്കുമ്പോൾ, നമ്മളെ ജീവിതത്തെപ്പറ്റി ഒക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അപ്പൊ നമ്മളെ ഇബാദത്തിനൊക്കെ നല്ല രസമുണ്ടാവും, അള്ളാഹിനോട് നല്ല അടുപ്പുണ്ടാവും. അത്തരത്തിലേക്ക് നമ്മുടെ ഇബാദത്തിനെയും നമ്മുടെ ജീവിതത്തെയും പരിവർത്തിപ്പിക്കാനുള്ള ഹേതുക്കളായി ഇത്തരത്തിലുള്ള ക്ലാസുകളും ഇത്തരത്തിലുള്ള വിജ്ഞാന സദസ്സുകളും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മജ്‌ലിസ് നൂർ പോലെയുള്ള ആത്മീയമായിട്ടുള്ള സദസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.